യേശുക്കർത്താവിൻ്റെ പുനരാഗമനം എന്നൊരു ചിന്തയെ ആഴത്തിൽ വിശദീകരിക്കുന്ന തിരുവെഴുത്തിലെ 2 പുസ്തകങ്ങളാണ് ദാനിയേലും വെളിപ്പാടും. ഈ യേശുക്രിസ്തു എന്ന ഒരു മഹത്തര വ്യക്തിത്വം 2000-ൽ ആണ്ടുകൾക്കപ്പുറത്ത് പാലസ്തീനയിൽ ഉണ്ടായിരുന്നു. യേശു മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് ഇനിയും ഒരു രാജ്യം സ്ഥാപിക്കാൻ മടങ്ങി വരും എന്നും ഭൂമിയിൽ ഇന്ന് നിലനിൽക്കുന്ന സാമ്രാജ്യങ്ങളെ, ഭരണകൂടങ്ങളെ മുഴുവൻ തകർത്തുകൊണ്ട് ഒരാദർശ രാഷ്ട്രം ഇവിടെ സംജാതമാകുമെന്നും ബൈബിൾ പഠിപ്പിക്കുന്നു. ഇത്തരമൊരു പഠനം വിശ്വസിക്കാൻ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഒരാൾ തയ്യാറാകുന്നു എന്നതൊരു ഭോഷത്വമല്ലേ? വർഷം 2000 കഴിഞ്ഞില്ലേ ഈ പഠനത്തിന്? ഇത്തരം ചിന്തകൾക്ക് ഇത്രയും പ്രായമായില്ലേ? അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും ഇത് പ്രസംഗിക്കുന്നതിൽ എന്തർത്ഥം എന്ന് ചോദിക്കുന്ന ഒരു സമൂഹം ഒരു പക്ഷെ ഉണ്ടാകാം. എന്നാൽ ഞാൻ അവരോട് പറയുന്ന മറുപടി, ലോകത്തിലെ ഏത് ആധ്യാത്മിക ഗ്രന്ഥങ്ങളെക്കാളും ബൈബിളിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അതുയർത്തുന്ന പ്രവചന ശബ്ദമാണ്. അത് കാലത്തോട് എന്ത് പ്രസംഗിച്ചുവോ, പ്രവാചകന്മാർ എന്ത് മുൻകൂട്ടി പറഞ്ഞുവോ, ആ പറഞ്ഞവ അക്ഷരം പ്രതിയാണ് നിറവേറിയിട്ടുള്ളത്. അർത്ഥശങ്കയ്ക്കിടയില്ലാതെ നിറവേറിയ ആ പ്രവചനങ്ങളുടെ ഭൂതകാലം ഇന്നിൻ്റെ ചരിത്രമായി മാറിക്കഴിഞ്ഞു. പണ്ട് തിരുവെഴുത്തിൽ പറഞ്ഞ വസ്തുതകളാണ് പിൽക്കാല ലോകത്തിൻ്റെ ചരിത്രമായി പരിണമിച്ചത്. ഞാൻ അതിനൊരു തെളിവ് നിങ്ങളോട് പറയാം. യേശുക്രിസ്തു എന്ന ഒരു അപൂർവ വ്യക്തിത്വം, ആ യേശു ജനിച്ച ഇടം ചരിത്രത്തിൽ നിന്നും സ്ഥാനം പിടിക്കേണ്ട ഇടമല്ല. താരതമ്യേന ഭൂമധ്യ പ്രദേശം, മധ്യപൂർവ്വ പ്രദേശം, അവിടെ അധികമാരും ശ്രദ്ധിക്കപ്പെടാത്ത പാലസ്തീനിയ എന്ന് നമ്മൾ ചരിത്രത്തിൽ വിഭാജിച്ച് കാണുന്ന ഒരു ഭൂപ്രദേശം, ഇസ്രയേൽ എന്നൊക്കെ പറയുന്ന സ്ഥലം, അവിടെ അവികസിതമായൊരു മേഖല ഗലീലിയ. ആ ഗലീലിയയിൽ വളരുന്നു. നസറത്ത് എന്ന ഗ്രാമത്തിൽ വളരുന്നു. ബേത്ലഹേമിൽ പിറക്കുന്നു. യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ അതിസാധാരണക്കാർ. അവിടുത്തെ പ്രസംഗത്തിന് ഉപയോഗിച്ച ഭാഷ ഏറ്റവും ഗ്രാമീണന്മാരായ ആളുകൾക്ക് മനസ്സിലാകുന്ന അരാമിക് ഭാഷ. ആ ഭാഷയിലെ പ്രസംഗവും ശൈലിയും കണ്ടുകൊണ്ട് യേശുവിനെ അനുഗമിക്കാൻ തയ്യാറായത് നാട്ടിലെ വിദ്യാസമ്പന്നരല്ല. അപൂർവം ചിലരുണ്ട്, മത്തായിയെ പോലെ ഒക്കെ ചിലരുണ്ടാകാം. വളരെ ദുർബലരായ, സമൂഹത്തിൽ വേണ്ടത്ര അറിവില്ലാത്ത ഒരുപറ്റം സാധാരണക്കാർ ആരംഭിച്ച മാർഗമാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രചരണത്തിൻ്റെ മാർഗം. ആ കാലഘട്ടത്തിൽ എത്രയോ കരുത്തന്മാർ ലോകത്തിൻ്റെ പലയിടങ്ങളിലുണ്ടായിരുന്നു. എത്രയോ തത്വചിന്തകളും മതചിന്തകളും ഒക്കെ രൂപപ്പെട്ടിരുന്നു. അത് പ്രചരിപ്പിക്കാൻ വേണ്ട സ്ഥാപനങ്ങളുണ്ടായിരുന്നു. എന്നാൽ അന്ന് നിലനിന്ന യഹൂദമതം എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ റോമൻ ഭരണകൂടം ഗവൺമെൻറ്റിൻ്റെ സന്നാഹങ്ങളും സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടും 2000 ആണ്ട് കഴിഞ്ഞിട്ടും പ്രപഞ്ചമാസകലം ഒരുപോലെ പ്രസംഗിക്കപ്പെടുന്നവൻ യേശുവാണ്. യേശുവിനെക്കുറിച്ചുള്ള പ്രസംഗം പോലെ മറ്റൊരു പ്രസംഗത്തിനും ഇത്തരത്തിൽ നിലനിൽക്കാൻ സാധിച്ചിട്ടില്ല. ഇത്രയും കാലമെടുത്ത് പ്രസംഗിച്ച് തീരാത്ത ഒരു വിഷയമാണ് യേശുവിൻ്റെ സുവിശേഷം. അതിൻ്റെ നിലനിൽപ്പ് ദൈവത്തിൻ്റെ വചനത്തിലാണ്, ആ വാഗ്ദത്തങ്ങളിലാണ്, ആ പ്രവചനങ്ങളിലാണ് ഈ സത്യം അടിയുറച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിറന്നു വീഴുമ്പോൾ യേശുവിനെ ശ്രദ്ധിക്കാൻ ആരുമില്ല. വളർന്ന ഇടവും പരിസരവും വളരെ ഇടുങ്ങിയ മേഖലയാണ്. ഏറ്റവും ഗ്രാമീണരാണ് ചുറ്റുപാട്. യേശു വളർന്നതൊരു ദരിദ്ര പശ്ചാത്തലത്തിലാണ്. പക്ഷേ അതൊന്നും സുവിശേഷത്തിനൊരു പരിമിതിയായില്ല. കാരണം ദൈവവചനത്തിന് ബന്ധനമില്ല, അതിനെ ബന്ധിക്കാനാവില്ല. അത് മനുഷ്യനും പ്രപഞ്ചവുമൊക്കെ നിലനിൽക്കുന്ന കാലത്തോളം അതിൻ്റെ അനിവാര്യതകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇവിടെ യേശുവിൻ്റെ വരവ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സെക്കൻഡ് കമ്മിങ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ പുനരാഗമനം. ഈ പുനരാഗമനത്തെക്കുറിച്ച് പറയാൻ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സൂചനകളുണ്ട്. പുനരാഗമനമെന്ന് മാത്രമല്ല, യേശു സ്ഥാപിക്കുന്ന ദൈവരാജ്യം, സഹസ്രാബ്ദ യുഗം, എതിർ ക്രിസ്തുവിൻ്റെ ഭരണം, നിതാന്തമായ ഒരു രാഷ്ട്രമതമ നിത്യത, ഇവയെക്കുറിച്ചൊക്കെ പരോക്ഷവും പ്രത്യക്ഷമായ സൂചനകൾ പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലും ഉണ്ട്. അതിൽ യെശയ്യാവും ഇരമ്യാവും എസെക്കിയേലുമൊക്കെ ഭാഗികമായി
യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ യേശുവിൻ്റെ വരവ് ഒരു പ്രമേയമാണ്. എന്നാൽ ഏറ്റവും ആധികാരികവും സമഗ്രവുമായി യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞ പ്രവാചകൻ ദാനിയേലാണ്. ദാനിയേൽ. പുതുനിയമത്തിലേക്ക് വന്നാൽ യേശുവിൻ്റെ പുനരാഗമനം പ്രത്യേകമായി എടുത്തു പറയുന്ന ചില കൃതികളിലേക്ക് നമുക്ക് വരാം. ഒന്ന്, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം, 1-2 തെസ്സലോനിക്യ ലേഖനങ്ങൾ, 1-2 പത്രോസിൻ്റെ ലേഖനങ്ങൾ, യൂദയുടെ ലേഖനത്തിലെ ഏതാനും വാക്യങ്ങൾ, വെളിപ്പാട് പുസ്തകം സമഗ്രവും യേശുവിൻ്റെ വരവാണ് പ്രതിപാദ്യ വിഷയം. ഞാൻ റെഫറൻസുകൾ, പുസ്തകങ്ങളുടെ പേരുകൾ ആവർത്തിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, മാർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം, 1-2 തെസ്സലോനിക്യ ലേഖനങ്ങൾ, 1-2 പത്രോസിൻ്റെ ലേഖനങ്ങൾ, യൂദാ ലേഖനത്തിലെ ഏതാനും വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം സമ്പൂർണമായും യേശുവിൻ്റെ വരവാണ് പ്രതിപാദ്യ വിഷയം. പിന്നെ അതിൽ വളരെ സ്പഷ്ടമായി യേശുവിൻ്റെ വരവിനെക്കുറിച്ച് മാത്രം പറയുക, അവൻ സ്ഥാപിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചല്ലാതെ മറ്റ് പ്രമേയങ്ങളിലേക്ക് കാര്യമായി കിടക്കാതിരിക്കുക, അത്തരം സമീപനം പുലർത്തിയ എഴുത്തുകാരാണ് ദാനിയേലും യോഹന്നാനും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ദാനിയേൽ പ്രവചനത്തിൻ്റെതെന്ന് മാത്രമല്ല 2 പുസ്തകങ്ങളുടെയും ഒരു മുഖവുര ചിന്തിച്ചു പോകാനാണ് അവസരമുണ്ടാവുക. ഇത് നാളെ കൂടി ഈ ശൈലിയിൽ തുടരും. കാരണം അത്ര സങ്കീർണമായ ഒരു മുഖവുര ഇതിനാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ ദാനിയേലും വെളിപ്പാട് സംബന്ധിച്ച ചില താരതമ്യങ്ങൾ നിങ്ങളോട് പറയാം. കമ്പാരിസൺ. പഴയ നിയമത്തിലെ 27-ാമത് പുസ്തകമാണ് ദാനിയേൽ. പുതിയ നിയമത്തിലെ 27-ാമത് പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഇവ രണ്ടും ഒരുപോലെ പ്രവചന ഗ്രന്ഥങ്ങളാണ്. ഇവ രണ്ടും തമ്മിൽ ഇത്തരത്തിൽ ഒരു സാമ്യമല്ലാതെ മറ്റു ചില സാമ്യങ്ങൾ കൂടി നിലനിൽക്കുന്നു. ഈ 2 ഗ്രന്ഥങ്ങളുടെയും എഴുത്തുകാർ യഹൂദ ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ്. ദാനിയേൽ പ്രവാചകൻ രാജസന്തതികളിൽ കുലീനനും ഉത്കൃഷ്ടമാനസനും ഗൂഢാർത്ഥ വാക്യങ്ങളുടെ വിശദീകരണത്തിനൊക്കെ പ്രാപ്തനായ ഒരു വലിയ ചിന്തക പാടവമുള്ള യഹൂദ ഗോത്രക്കാരനായിരുന്നു. യോഹന്നാൻ യേശുവിൻ്റെ അമ്മയായ മറിയയുടെ അനുജത്തി ശലോമിയുടെ മകനായിരുന്നു. യേശു യഹൂദ ഗോത്രത്തിൽ എന്നതുപോലെ യോഹന്നാനും യഹൂദ ഗോത്രത്തിലാണ് ജനിച്ചത്. അങ്ങനെ യോഹന്നാനും ദാനിയേലും തമ്മിൽ 600-ൽ പരം വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. പക്ഷേ 2 ആളുകളും ഒരേ പ്രമേയമാണ് കൈകാര്യം ചെയ്യുന്നത്. 2 ആളുകളും തമ്മിൽ പലതരത്തിൽ യോജിപ്പുകൾ. അടുത്ത യോജിപ്പ്, ഈ 2 കൃതികളും എഴുതുമ്പോൾ ഇതിൻ്റെ എഴുത്തുകാർ അനുഭവിച്ച ഒരു ജീവിത പശ്ചാത്തലം അല്പം പ്രതിസന്ധി നിറഞ്ഞതായിരുന്നു. ദാനിയേൽ പ്രവാചകൻ തൻ്റെ കൃതി തയ്യാറാക്കുമ്പോൾ യെരുശലേമിൽ നിന്ന് ബാബിലോണിലെ പ്രവാസ ജീവിതത്തിലാണ്, അടിമയാണ്. അദ്ദേഹത്തിന് മുമ്പിൽ സിംഹക്കുഴിയും രാജകീയമായ പീഡകളും ഒക്കെ തൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു. തൻ്റെ സഹപ്രവർത്തകരായ ദൈവദാസന്മാർക്ക് തീച്ചൂളയിൽ കൂടി കിടക്കേണ്ട സ്ഥിതിവിശേഷമുണ്ടായി. രാജ്യമേറ്റവും ക്രൂരന്മാരായ ചക്രവർത്തിമാരാൽ കിരാതമായ രാഷ്ട്രീയ കാലാവസ്ഥയാൽ ഭരിക്കപ്പെടുമ്പോൾ ആ കഠിനതകളുടെ നടുവിലാണ് യേശുവിൻ്റെ പുനരാഗമനം ഈ ദൈവവൃത്തിന് എഴുതുവാൻ ദൈവം പ്രാപ്തനാക്കിയതെങ്കിൽ ഏത് കഠിന ജീവിത പശ്ചാത്തലത്തിലും യേശുവിൻ്റെ വരവ് ഭക്തന് ആശ്വാസപ്രദമായ ഉത്തേജനം നൽകുന്ന ചിന്തയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലെയാണ് യോഹന്നാൻ്റെയും അവസ്ഥ. രാജ്യം ഭരിക്കുന്ന ഡൊമീഷ്യൻ കൈസർ ക്രൂരതയുടെ പര്യായമായിരുന്നു അദ്ദേഹം. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെക്കുറിച്ചൊരു കാര്യം പറയാതിരിക്കാൻ തരമില്ല. നീറോ, ഡൊമീഷ്യൻ, ട്രാജൻ തുടങ്ങിയ ചക്രവർത്തിമാർ, വലേറിയൻ, ഈ ചക്രവർത്തിമാരൊക്കെ ഏതാണ്ട് 10ഓളം റോമൻ ചക്രവർത്തിമാർ 3 നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന കഠിന പീഡയിലൂടെ ക്രൈസ്തവ സഭയെ കൊന്നുമുടിക്കാൻ എല്ലാത്തരം മാർഗങ്ങളും അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന കാലം. ആ കൂടെ ക്രൂരന്മാരുടെ കൂടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കഥാപാത്രമായിരുന്നു ഡൊമീഷ്യൻ. ഡൊമീഷ്യൻ്റെ സഹോദരിയുടെ പേര് ഡൊമിറ്റില്ല എന്നായിരുന്നു.
ആ ഡൊമിറ്റില്ല മാനസാന്തരപ്പെട്ടു. ഡൊമിറ്റില്ലയും അവരുടെ ഭർത്താവായ ഫ്ലാവിയസും മാനസാന്തരപ്പെട്ട് ദൈവമക്കളായി ആ വാർത്ത നാടെങ്ങും പരന്നപ്പോൾ ഇവർ തങ്ങളുടെ സഹോദരിയും സഹോദരനുമാണെന്നുള്ള ചിന്ത പോലും പരിഗണിക്കാതെ അവരെ ജീവനോടെ സിംഹങ്ങളുടെ മുമ്പിൽ ഇട്ടുകൊടുത്ത് കൊന്നുകളഞ്ഞ ആളായിരുന്നു ഡൊമീഷ്യൻ. ആ ഡൊമീഷ്യൻ്റെ മുമ്പിലേക്ക് യോഹന്നാൻ എന്ന മനുഷ്യൻ വിധിക്കും വിചാരണയ്ക്കും കാത്തു വരുമ്പോൾ അതിൽ പരം എന്തൊരു ശിക്ഷയാണ് അദ്ദേഹത്തെയും കാത്തിരിക്കുന്നത്. അദ്ദേഹത്തെ പത്മോസ് ദ്വീപ് എന്ന ഏകാന്ത തടവിലേക്ക് അങ്ങനെ നിർലോഭം യാത്ര അയക്കുന്ന കാഴ്ച കണ്ടു. ആ കിടപ്പിലാണ് തുറക്കപ്പെട്ട സ്വർഗത്തിൽ ദൈവിക സാന്നിധ്യത്തിൽ ഇവിടെ കയറി വരിക എന്ന ശബ്ദം കേട്ടുകൊണ്ട് മേലാ സംഭവിക്കാതിരിക്കുന്ന വസ്തുതകൾ ദൈവപുരുഷൻ എഴുതാൻ അവസരം ദൈവം കൊടുക്കുന്നത്. ദാനിയേൽ പ്രവാസത്തിൽ എന്നതുപോലെ യോഹന്നാൻ നാടുകടത്തപ്പെട്ട ഘട്ടത്തിലാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ സൃഷ്ടി. ഇവ തമ്മിൽ നല്ല സാമ്യം, നല്ല ചേർച്ച. എന്നാൽ ഇവർ തമ്മിൽ ചില അകലങ്ങളുമുണ്ട്. ഒരിക്കലും യോജിക്കാത്ത ചില ഘടകങ്ങളുമുണ്ട്. യോജിക്കുന്ന ഒരു ഘടകം കൂടി ഞാൻ ഓർത്തത് കൊണ്ട് പറയാം. ദാനിയേലിനെ വിളിച്ചു പ്രിയ പുരുഷ ദാനിയേലേ. എപ്പോഴും ആ വിളി കേൾക്കാം. യോഹന്നാനെ പരിചയപ്പെടുത്തുമ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ. ഒരാൾ പ്രിയ പുരുഷനെങ്കിൽ ഒരാൾ യേശു സ്നേഹിച്ച ശിഷ്യൻ. എന്തൊരു യോജിപ്പാണ് ഈ പുസ്തകത്തിൻ്റെ ഘടനയ്ക്ക്. യോജിക്കാത്ത കാര്യങ്ങളിലൊന്ന്, ഈ ദാനിയേൽ വലിയ പഠിപ്പുള്ള ആളാണ്, നല്ല അറിവുള്ള ആളാണ്, വിവേകമതിയാണ്, ഏത് കാര്യത്തിനും ആലോചന ചോദിക്കാൻ കഴിയും വിധം പ്രാപ്തനാണ്. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര സേവനത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ പണിയെടുക്കാൻ കഴിയും വിധം വിദ്യാനിപുണനെങ്കിൽ ഒരു കലാലയത്തിൻ്റെ പടിത്തിണ്ണ കാണാൻ പോലും അവസരം കിട്ടാത്ത, പ്രാഥമിക വിദ്യാഭ്യാസം കഷ്ടിച്ച് കിട്ടാൻ മാത്രം ഇടയുള്ള, അത് കണ്ടേക്കാം. കലാലയത്തിൻ്റെ പടിത്തിണ്ണ കണ്ടില്ല എന്ന് പറയുന്നത് അതിശയോക്തി ഉണ്ടാക്കാം. പക്ഷേ അറിവ് എഴുത്തിനും വായനയ്ക്കും അപ്പുറത്തൊന്നുമില്ലാത്തൊരു സാധാരണ മനുഷ്യൻ അതാണ് യോഹന്നാൻ. എന്തേ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം? ദേവാലയ പടിവാതിക്കൽ, സുന്ദരമെന്ന ദേവാലയ പടിവാതിക്കൽ കിടക്കുന്നവനെ സുഖപ്പെടുത്തി പോകുന്ന പത്രോസിനെയും യോഹന്നാനെയും കണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ ലൂക്കോസ് എഴുതുന്നു, ജനം അവരുടെ പ്രവൃത്തി കണ്ടു വിസ്മയിച്ചു. അവർ പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യരുമായിരുന്നു. അവർ പഠിപ്പില്ല. മറ്റൊരു കാര്യം, പൗലൂസിനെ പോലെ വിദ്യാസമ്പന്നർ ഈ തിരുവെഴുത്തിൽ അവരുടെ ജീവിതം കൊണ്ട് സംഭാവന നൽകിയിട്ടുണ്ട്. ലൂക്കോസിനെ പോലെയുള്ള വിദഗ്ധന്മാർ, വൈദ്യന്മാർ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കരുത്തുറ്റ നിരവധി ആളുകൾ, മത്തായിയെ പോലെയുള്ള ആളുകൾ ഒക്കെ ഉണ്ടായിട്ട് യേശുവിൻ്റെ പുനരാഗമനം എഴുതാൻ ദൈവം കണ്ടത് യോഹന്നാനെയാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരനുഭവമാണത്. അതുകൊണ്ട് ഞാൻ ഒരു വാക്കുകൂടി യോഹന്നാനെക്കുറിച്ച് പറഞ്ഞിട്ട് നമ്മുടെ പ്രസക്ത വിഷയത്തിലേക്ക് വരാം. മനസ്സിലാകുന്നുണ്ടോ? ഈ യോഹന്നാൻ്റെ ഒരു പ്രത്യേകത, ഞാനേറെ പഠിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം, പഠിച്ചുകൊണ്ടിരിക്കുന്നതും യോഹന്നാൻ്റെ സുവിശേഷമാണ്. അത് നിരവധി പ്രസംഗിച്ചിട്ടുള്ളതും അതിൽ നിന്നാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം, ഈ പുസ്തകം ആദിയോടന്തം പഠിച്ചാൽ ഒരാവർത്തി പോലും സ്വന്തം പേര് യോഹന്നാൻ ഈ പുസ്തകത്തിൽ എഴുതുന്നില്ല. അപ്പോസ്തലന്മാരിൽ 9 പേരുടെ പേര് യോഹന്നാൻ എഴുതുന്നു. ആ പുസ്തകത്തിൽ 36 പേരുടെ പേരാകെയുണ്ട്. 9 അപ്പോസ്തലന്മാർ, നിക്കോദിമോസിനെ പോലുള്ള പ്രമാണിമാർ, അരിമത്തയിലെ യോസഫിൻ്റെ പേര്, ഇതൊക്കെ ഉണ്ടായിട്ട് സ്വന്തം പേര് ഒരാവർത്തി യോഹന്നാൻ എഴുതുന്നില്ല. മാത്രമല്ല, തന്നെക്കുറിച്ച് എഴുതിയേ പറ്റൂ എന്ന് വരുന്ന ചില ഘട്ടമുണ്ട്. കാരണം അദ്ദേഹം ഒരു പ്രധാന കഥാപാത്രമാണിതിൽ. തന്നെക്കുറിച്ച് പറഞ്ഞേ പറ്റൂ എന്ന ശാഠ്യം വരുന്ന ഇടത്ത് യോഹന്നാൻ പറയുന്നത് ഒരു വളഞ്ഞ വൈരിക്കുള്ള ശൈലിയാണ്. ആ സ്ഥലത്ത് യേശു സ്നേഹിച്ച ശിഷ്യനും ഉണ്ടായിരുന്നു. മാത്രമേ ഉള്ളൂ. നമ്മളാണ് എങ്ങനെയാണ് ഇത് പറയുന്നത് ആലോചിച്ച് നോക്കിക്ക്. യേശു സ്നേഹിച്ച ശിഷ്യനും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ പറയാനൊരു ബന്ധം കിടക്കുന്നു യേശുവോട്. യേശുവിൻ്റെ അമ്മയായ മറിയയുടെ അനുജത്തി ശലോമിയുടെ മകനാണ് യോഹന്നാൻ. ആ അർത്ഥത്തിൽ യേശുവിൻ്റെ ബ്രദറാണ്, ഇളയ ബ്രദറാണ്. ഒരിക്കലും യേശുവിനെ ജ്യേഷ്ഠനെന്ന് അഭിസംബോധന ചെയ്യുന്നില്ല, അനുജനെന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് സ്വയം ഒതുങ്ങുന്ന, പരിമിതപ്പെടുന്ന ഒരു യോഹന്നാൻ. ആ യോഹന്നാൻ്റെ ഒരു ശ്രേഷ്ഠത കൂടി പറയാം.
ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ശൈലി മറ്റൊരു സുവിശേഷത്തിലും കാണുന്നില്ല. യോഹന്നാൻ 7 I am sayings നമുക്ക് യോഹന്നാൻ്റെ പുസ്തകത്തിൽ കാണാം. മറ്റാരും പറയാത്ത ഈ ശൈലി താങ്കൾ എങ്ങനെയാണ് ഒപ്പിയെടുത്തത്? യോഹന്നാൻ പറയും, ഏത് തിരക്കിനിടയിലും ഞാൻ ഇടിച്ചു കയറി യേശുവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുമായിരുന്നു, ഓരം ചാരി ഇരിക്കുമായിരുന്നു. അവൻ്റെ നെഞ്ചിലെ ചൂടും ആ സുഖസ്പർശവും എന്നോളം ഏറ്റുവാങ്ങിയ ആരുമില്ല. അതുകൊണ്ട് അവൻ്റെ ശബ്ദത്തിൻ്റെ സ്പന്ദനം കൃത്യം ഒപ്പിയെടുക്കാൻ എനിക്ക് സാധിച്ചതുകൊണ്ടാണ് മറ്റാർക്കും സാധിക്കാത്തത് ഈ ചെറിയ നാവിലൂടെ ദൈവം ചെയ്തതെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ഏത് ദൈവത്തിലും പഠിക്കേണ്ട ഒരു കാര്യം, യേശുവിനോട് ചേർന്ന് നിൽക്ക്. ആർക്കും കിട്ടാത്ത അനുഭവങ്ങൾ അവൻ നമുക്ക് തരുന്ന കർത്താവാണ്. ആരും കാണാത്ത കാഴ്ചകൾ അവൻ നമ്മെ കാട്ടുന്ന കർത്താവാണ്. ഒരു കാര്യം കൂടി, തന്നെക്കുറിച്ച് പറയാൻ യോഹന്നാന് നല്ലൊരു സന്ദർഭം കിട്ടിയതാണ്, നന്നായിട്ട് പറയാൻ. അതെന്താ? അത് ഉയർത്തെഴുന്നേറ്റ യേശുവിനെക്കുറിച്ചുള്ള ശ്രുതി നാടെങ്ങും പരന്നു. നാടെങ്ങും പരക്കുമ്പോൾ ആദ്യം യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് മനസ്സിലാക്കിയത് ആരാ? യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ആദ്യം മനസ്സിലാക്കിയത് യോഹന്നാനല്ല, മറിയും പാവം കുറേ സ്ത്രീകളുമാണല്ലേ. യേശു ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം പ്രത്യക്ഷനായത് സ്ത്രീകൾക്കാണ്. എൻ്റെ കാരണം യേശുവിനെ നന്നായിട്ട് അറിയാം. സ്ത്രീകൾ തന്നെ ആദ്യം കണ്ടാൽ അവരിത് പറഞ്ഞു നടക്കുമെന്നറിയാം. 10 പേരോട് അല്ലേ, സ്ത്രീ വിമോചരെ കൊണ്ട് ക്ഷമിക്കണം, നിങ്ങളെക്കുറിച്ചൊരു നല്ലല്ലേ ഞാൻ പറയുക. അങ്ങനെ യേശു ഉയർത്തെഴുന്നേറ്റത് സ്ത്രീകൾക്ക് പ്രത്യക്ഷനായി. ഈ സഹോദരിമാർ പറഞ്ഞു, ഇത് കേട്ടിട്ട് ആളുകൾ ഓടാൻ തുടങ്ങി കാണാൻ വേണ്ടി. കാണാൻ ഓടുമ്പോൾ പിന്നാലെ പോയ ശിഷ്യൻ മുമ്പിൽ ഓടിയവരെക്കാൾ വേഗത്തിലോടി ആദ്യം ചെന്ന് യേശുവിനെ കണ്ടു എന്നൊരു വാക്യം സ്വന്തം കാര്യമായി യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ഇത്രയും വളയേണ്ട കാര്യമുണ്ടോ? ഞാൻ പോയി കണ്ടു എന്ന് പറഞ്ഞാൽ പോരെ, കേസ് എടുക്കുവാറുണ്ട്. ഒക്കെ നമ്മളാ കേമന്മാർ. ഞാൻ വല്ലതുമാണ് ഇത് എങ്ങനെ എഴുതി തന്നെ, നിങ്ങളും ഒക്കെ ആണെങ്കിൽ. എൻ്റെ ആ ദേശത്ത് എൻ്റെ സമപ്രായക്കാരെക്കാൾ അധികമായി ദൈവം എന്നെ മാനിച്ചു. എന്താ കാരണം? ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഞാൻ ആദ്യം ചെന്ന് കണ്ടു. എന്നിട്ട് പറയും, ഇതൊന്നും എൻ്റെ പുകഴ്ചയ്ക്കും വേണ്ടി പറയുന്നല്ല. പിന്നെ ദൈവത്തിന് സൗജന്യമായിട്ടൊരു മഹത്വം കിട്ടുവാണെങ്കിൽ പിന്നെ ഞാനത് വേണ്ടെന്ന് വെക്കേണ്ട കാര്യമുണ്ടോ? ഫ്രീ ആയിട്ടൊരു മഹത്വം ദൈവത്തിന് കിട്ടാൻ വേണ്ടി. ഇത് കഴിഞ്ഞിട്ട് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാം. പിന്നെ നമ്മളൊരു ആരാധനയൊക്കെ വെളിപ്പെടുത്തുക നമ്മുടെ കാര്യം പറഞ്ഞല്ലേ. ബൈബിൾ എഴുത്തുകാരുടെ ശൈലി സ്വന്തം കാര്യം പറയാറില്ല. നമ്മളീ പലരും താഴോട്ട് വളരാൻ കാരണം എപ്പോഴും സ്വന്തം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരെപ്പോഴും യേശുവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് യേശുവിനെക്കുറിച്ച് പറയാൻ നമ്മുടെ നാവും ജീവനും ശരീരവും ഒക്കെ വിട്ടുകൊടുത്തട്ടെ. എത്ര ഊർജത്തിൻ്റെ പ്രസരണമായി യേശുവെ നിന്നെക്കുറിച്ച് പറയുന്നത്. ഏത് തകർന്നു കിടക്കുന്ന ശൂന്യതകൾക്കകത്ത് നിന്നും വിഷയം യേശുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഇല്ലേ, ഒരു ബലമില്ലേ? അതുപോലെ ബലം പകരുന്ന ഒരു സന്ദേശം ഉലകത്തിലില്ല. അത് യോഹന്നാനും നന്നായിട്ടറിയാം. അതിന് അദ്ദേഹം പോയിട്ട് ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് പിരിയാനാവാതെ നിൽക്കുക. സത്യത്തിൽ എന്തൊരു അന്തസ്സുള്ള കാഴ്ചയാണ് ക്രൂശിലെ കാഴ്ച. ക്രൂശിലെ കാഴ്ച അന്തസ്സുള്ളതാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു വിഷമം വരുന്നു. കാരണം നമ്മളിപ്പോൾ ഈ ക്രൂശീകരണം പ്രസംഗിച്ച് ആകെ കുളവാക്കി കളഞ്ഞു. ചിലർ ഈ ക്രൂശീകരണം എന്ന് പറയുമ്പോഴേ ഇല്ലാത്ത ഒരു കരച്ചിൽ അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കും. പാസുമാരൊക്കെ ഈ കർത്തൃമേശ നടത്തുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്കൊരു അപ്പച്ചനുണ്ടായിരുന്നു, കർത്തൃമേശ നടത്തുമ്പോൾ കണ്ണീരൊന്നുമില്ല, എന്തിലും അവിടെ വരുമ്പോൾ ഒരു കരച്ചിൽ പോലെ ടോൺ ഉണ്ടാക്കും. ഇവിടെ ഭർത്താവിനെ അടിച്ചു, പങ്കപ്പാടുകൾ സഹിച്ചു, അങ്ങനെ ആ ടോണിൽ ഒപ്പിച്ചു വെക്കുന്ന ഒരു പരിപാടിയാണ്. അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഈ ശബ്ദത്തിലാണല്ലോ പിടിച്ച് നിൽക്കുന്നത്. നമ്മുടെ ഭർത്താവിന് അങ്ങനെ വൈബ്രേഷനൊക്കെ ഇട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ക്രൂശിനെ ശരിക്ക് കണ്ട പൗലോസ് പറയാ, പൗലോസ് ആ ക്രൂശ് കണ്ടിട്ട് അതിൻ്റെ മീനിങ് നമ്മോട് പറഞ്ഞിരുന്നത്. പൗലോസ് ക്രൂശിനെ വിശദീകരിക്കുമ്പോൾ നമുക്ക് സങ്കടമല്ല വരുന്ന ഒരു ആവേശം, നമുക്കും ക്രൂശിക്കപ്പെടാൻ തോന്നും. എന്താ കാര്യം? ചിലർ ക്രൂശീകരണം പറഞ്ഞാൽ നമ്മളവിടെ പഞ്ചായത്തിൽ നിൽക്കുകയല്ലേ, നമുക്ക് വേദനയും പ്രയാസം കൊണ്ട് തിരിച്ചു പോകും. പൗലോസ് ക്രൂശ് നോക്കിയിട്ട് പറയാ, അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു കീഴടക്കുകയാ.
അവൻ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടുകയാ. സാത്താന്യ ശക്തികളുടെ തല തകർക്കുകയാണ് അവൻ ക്രൂശിൽ. അതാ ക്രൂശ് തരുന്ന എനർജി. മനസ്സിലായോ? അപ്പോൾ ഏതായാലും യോഹന്നാൻ അതിങ്ങനെ നിന്ന് കാണുകല്ലേ. ആ കണ്ട യോഹന്നാൻ മറ്റാർക്കും അവിടെ വന്ന് നിൽക്കാൻ ധൈര്യമില്ല. പത്രോസൊക്കെ പണ്ടേ പോയി. പക്ഷെ അതേ യോഹന്നാനെ കർത്താവ് പിൽക്കാലത്ത് വിളിച്ചിട്ട് പറയുക, പ്രായാധിക്യം കൊണ്ട് വീർപ്പ് മുട്ടി മരണം കാത്തു കഴിയുന്ന പത്മോസ് വന്നിട്ട് വിളിച്ചിട്ട് പറയുക, വാ കുഞ്ഞേ, മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ നിനക്ക് കാണിച്ചു തരാം. ക്രൂശീകരണം കണ്ടവനാ പുനരാഗമനവും കാണാൻ കർത്താവ് വഴിയൊരുക്കിയതെങ്കിൽ പുനരാഗമനത്തിൻ്റെ ഭാഗമാകാൻ ഒരു വഴി നമ്മുടെ മുമ്പിലുണ്ട്. ക്രൂശിക്കപ്പെട്ടവനെ ഹൃദയാന്തര ഭാഗത്ത് ധ്യാനിക്കണം. ക്രൂശാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഗതിയെ തിരിച്ചു വിട്ടത്. ആ ക്രൂശിക്കപ്പെട്ടവനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അഭിമാനം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യോഹന്നാൻ്റെ ആ ദർശനത്തെക്കുറിച്ച് അവർ തമ്മിലുള്ള ആ താരതമ്യം നമുക്ക് അവിടെ നിർത്താം. ഇനി ഇടയ്ക്കൊക്കെ ഓർക്കുന്ന വഴിക്ക് പറയാം. ഞാനൊരു കുറിപ്പിനെ ആധാരമാക്കി പറയുന്ന ഒരാളല്ല. ഒരു സമഗ്ര ബോധത്തിൽ നിന്ന് ഒരാത്മനിയോഗത്തോടെയാണ് ഈ വചനമൊക്കെ പറയുക. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കണം. ഉറങ്ങുകയാണോ? ഉറങ്ങുന്നതിന് കുഴപ്പമില്ല. ഇവിടെ ലൈവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ രൂപത്തിൽ ഈ സഹോദരിമാർ തലയിലൊരു വെള്ള തുണിയൊക്കെ കെട്ടിയിരുന്ന് ഉറങ്ങിയ പിള്ളേരെടുത്ത് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ആളുകൾ താഴെ ആദരാഞ്ജലികൾ എന്നൊക്കെ അടിച്ചു വെക്കും. കാലം അങ്ങനെയാണ്. ഞങ്ങൾ നേരെ ജീവിച്ചിട്ട് പറ്റുന്നില്ല. ഇപ്പോൾ ഇവിടെ എന്തെല്ലാം കമൻറ്റ് വന്നു കാണുമെന്ന് ഈ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ മതി, നമ്മുടെ കൂട്ടുകാരോട് ചോദിച്ചാൽ മതി. കൊടുത്തോട്ടം വെള്ളം കുറിക്കുന്നു, കണ്ടം വഴി ഓടുന്നു, എന്തൊക്കെ അടിച്ചു വിടുമെന്ന്. അതുകൊണ്ട് അങ്ങനെ ഒരു ലോകത്താണ്. അതുകൊണ്ട് ഉറങ്ങരുത്, ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ വായിച്ച വാക്യം അവിടെ കിടക്കുകയാണ്. വായിച്ച വാക്യം അവരിട്ടേച്ച് പാനക്കുമോ? പറ്റില്ല. ഞങ്ങളെ വചനം പഠിപ്പിച്ചൊരു അപ്പച്ചനൊരിക്കൽ പറഞ്ഞ അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പോകും വഴിക്ക് വേലക്കാരെല്ലാം വഴി നിർത്തിയിട്ട് പോയി. അപ്പം നമ്മുടെ പാപപ്രവൃത്തികൾ ആകുന്ന വേലക്കാരെ വഴി നിർത്തിയിട്ടേ യാഗം കഴിക്കാൻ പോകാവൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവരെയും കൊണ്ടല്ലേ നമ്മൾ പോരുന്നത്? ഇരുടാഹങ്കാരി എവിടെയെന്ന് പറഞ്ഞു. നീ അഭിഷിക്തന്മാർക്ക് നേരെ എന്നായി ചോദിക്കുന്നു ചോദിച്ചു. അബ്രഹാം ബാല്യക്കാരെ വഴി നിർത്തിയ പോലെ നമ്മളിപ്പോൾ ആ വാക്യം വായിച്ച് വഴിയിലിട്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോകണം. അതുകൊണ്ട് വായിച്ചത് ഒന്നുകൂടി ഒന്ന് വായിച്ചാട്ടെ, എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ ശക്തനായ ഒരു ദൂതൻ തിരികല്ലോളം വലുതായൊരു കല്ല്. അവിടെ മോള് തുടങ്ങണം. തിരികല്ല് എന്ന് പറഞ്ഞാൽ ധാന്യം പൊടിക്കുന്ന പഴയൊരു കല്ല്. ആട്ടുകല്ലിൻ്റെ ഒക്കെ ഒരു പ്രാകൃത രൂപം. അത് മൃഗം കെട്ടി വലിക്കുന്നതാണ്. അതാണ് തിരികല്ല്. അപ്പോൾ ഞാനിടയ്ക്ക് വെള്ളം കുടിക്കില്ല. പലരും എന്നെ വെള്ളം കുടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് തീരുന്ന നമ്മുടെ കണക്ക് ശ്രദ്ധിക്കണം. ഈ മൈക്കുള്ളിടത്ത് അതിന് പറ്റിയ ഒരു ശബ്ദം പോരെ? 100 പേർക്ക് ഉള്ള ഇടത്ത് 500 പേരുടെ ശബ്ദം മതി. എന്തിനാ 1000 പേരുടെ ശബ്ദം? സൗണ്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് ഈ ഒരു ടോണിൽ ഇങ്ങനെയാണ് പോകുന്നത്. ക്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നതിൽ വിരോധമുണ്ടോ? വിരോധം ഉണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഞാനിതൊരു പ്രസംഗമാക്കി മാറ്റും. ഇതിപ്പോൾ പ്രസംഗമാക്കി മാറ്റാൻ ഈ ശൈലി പറ്റിയാൽ മതി. എങ്ങനെയാണ്? പ്രിയമുള്ളവരെ, വെളിപ്പാട് പുസ്തകത്തിൻ്റെതായിരിക്കുന്നതായിട്ടുള്ളതായ ആ പുസ്തകത്തിലൂടെ കടന്നു പോകാൻ തക്ക ഇടയായിത്തീർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളതായ ഹല്ലേലൂയ അങ്ങനെ പറയണോ? ഉണർവെന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ നമ്മൾ ഈ ഉണർവിൻ്റെ ഒരു ശൈലിയൊക്കെ ഉണ്ടാക്കുന്നല്ലേ? അതിൻ്റേതായിരിക്കുന്നതായ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭാഷയോട് നമ്മൾ എന്തെല്ലാം നീചകൃത്യങ്ങളാണ് ചെയ്തേ. നമ്മുടെ ആളുകൾ കരം പ്രയോഗിക്കേണ്ടിടത്ത് അധികരം, മൃദു പ്രയോഗിക്കേണ്ടിടത്ത് കോശം പ്രയോഗിക്കേണ്ടിടത്ത് അനുനാസികം. ഭാഷയ്ക്കിങ്ങനെ അക്ഷരങ്ങൾക്ക് പിരിവുകളുണ്ട്. പിരിവെന്ന് കേട്ടതുകൊണ്ട് ആകപ്പാടെ സഹോദരന്മാർ വിഷമിക്കുന്നു. സാമ്പത്തിക പിരിവിൻ്റെ എല്ലാം പറഞ്ഞു. അക്ഷരങ്ങൾക്ക് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ കരം ക ച ട ത പ, അധികരം ഇക്ക ഇച്ച ഇട്ട ഇത്ത ഇപ്പ. കരം അധികരം മൃദു, അതാണ് ഗ ജ ഡ ധ പ താട്ട് കിടക്കുന്നത്.
അനുനാസ്തികം മൂക്കിൻ്റെ സഹായത്താൽ സംസാരിക്കേണ്ടത് ങ ഞ ണ ന മ. അത് പോട്ടെ. അപ്പോൾ നമ്മുടെ ആളുകൾ ഈ കരം പറയേണ്ടടുത്ത് അധികരമാണ് പറയുക. കർത്താവെന്ന് മര്യാദയ്ക്ക് പറയില്ല, അതിന് പകരം കർത്താവിൻ്റെ ഇങ്ങനെ പറയുള്ളൂ. അപ്പം അതുകൊണ്ട് അപ്പോൾ അങ്ങനെ പറയണം. അങ്ങനെ പറഞ്ഞെങ്കിലേ അത് ഉണർവാവുള്ളൂ. അപ്പോൾ ഇത് ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ സഭയിൽ അങ്ങനെ പറയുന്നത്. എങ്ങനെയാ കരം പ്രയോഗിക്കേണ്ടത് അധികരം. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് തിരികല്ലെന്താന്ന് പറയാം. ധാന്യം പൊടിക്കുന്ന ഒരു കല്ല്, നമ്മുടെ ആട്ടുകല്ല് പഴയ അതുപോലൊരു കല്ല്. ഈ കല്ലെടുത്ത് കടലിലിട്ടിട്ട് ദൂതൻ പറയുക, ഇതേ വിധം ബാബിലോൺ എന്ന മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞ് കളയും. അതിനെ ഇനി ഒരു നാളും കാണുകയില്ല. അവിടുന്ന് ചിലതൊക്കെ അപ്രത്യക്ഷമാകും. എന്തൊക്കെ വായിച്ചോളൂ. വൈണികന്മാർ, പിന്നെ വാദ്യക്കാർ, കുഴലൂത്തുകാർ, കാഹളക്കാർ എന്നിവരുടെ സ്വരം ഇനി നിന്നിൽ കേൾക്കയില്ല. കലാപരിപാടികൾ, ഗാനമേളകൾ, സംഗീത കേന്ദ്രീകൃതമായ പരിപാടികൾ, തിയേറ്ററുകൾ, ഇങ്ങനെയുള്ള ഏർപ്പാടുകൾ കൊണ്ട് ജനങ്ങളെ ആകർഷിച്ച ആ മഹാനഗരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്ന്. പിന്നെ യാതൊരു കൗശലപ്പണിയും ചെയ്യുന്ന ഒരു ശില്പി പറഞ്ഞു വിട്ടു. ഈ നഗരത്തിൽ നിന്ന് നിർമ്മാണ കലകളിൽ വൈഭവമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ പിൻവാങ്ങും, തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ട്. പിന്നെ ഒരു ശില്പിയും ഇനി നിന്നിൽ കാണുകയില്ല. പിന്നെ തിരികല്ലിന്റെ ഒച്ച ഇനി നിന്നിൽ കേൾക്കയില്ല. വ്യവസായശാലകളിൽ നിന്ന് പണ്ട് കേട്ടുകൊണ്ടിരുന്ന ശബ്ദം, ആ ശബ്ദം നിലച്ചിട്ട് ഫാക്ടറികളൊക്കെ അടച്ചുപൂട്ടുന്ന സ്ഥിതി ഉണ്ടാകും. പിന്നെ വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കയില്ല. വൈദ്യുത ദീപങ്ങൾ അസ്തമിക്കും. പിന്നെ മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കയില്ല. ഹണിമൂൺ ട്രിപ്പുകൾ ആ നഗരത്തിൽ പ്രിയപ്പെട്ടതായിരുന്നു, അതൊക്കെ ഇല്ലാതെയാകും. പിന്നെ നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു. ശതകോടീശ്വരന്മാർ മുതലിറക്കി പണിത ആ നഗരത്തിൻ്റെ സ്തംഭനാവസ്ഥയാണ് പ്രവാചകൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ആ നഗരത്തിലേക്ക് പോകാം. ബാബിലോൺ. ഈ ബാബിലോൺ എന്ന ഒരു വിഷയമേ ഇന്ന് പറയാൻ ഒരുപക്ഷെ നമുക്ക് അവസരമുണ്ടാകും. എങ്കിലും ഇതൊരു പഠനമായതുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ പുസ്തകത്തിലൂടെ കടന്ന് അത് പഠിക്കണം. ദാനിയേൽ എന്ന പുസ്തകത്തിലേക്ക് വരാം. 12 അധ്യായങ്ങളുള്ള ദാനിയേൽ പ്രവചനത്തിൻ്റെ ഉള്ളടക്കം ഞാൻ ഒന്ന് പറയുന്നു. അധ്യായം 1, ഇസ്രായേൽ മക്കൾ ബാബിലോണിൽ. അധ്യായം 2, രാജാവ് കണ്ട ഒരു സ്വപ്നം, അർത്ഥഗർഭമായ ഒരു സ്വപ്നം. ദാനിയേൽ 3, ദൂരാ സമഭൂമിയിൽ നെബൂഖദ്നേസർ രാജാവ് നാട്ടി നിർത്തിയ ഒരു ബിംബം. ദാനിയേൽ 4, ആകാശത്തോളമെത്തുന്ന ഒരു വൃക്ഷത്തിൻ്റെ ദർശനം. ദാനിയേൽ 5, ബേൽശസ്സറുടെ വിരുന്നും ബാബിലോന്യ സാമ്രാജ്യത്തിൻ്റെ പതനവും. ദാനിയേൽ 6, മേദ്യനായ ദാര്യാവേശ് നേതൃത്വം കൊടുക്കുന്ന ഒരു പുതിയ ഭരണകൂടം, മീഡോ പേർഷ്യൻ എംപയറിൻ്റെ ഉദയം, മേദ്യ പേർഷ്യ സാമ്രാജ്യങ്ങളുടെ ഉദയം. അധ്യായം 7, തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരേറി വരുന്ന കാഴ്ച. ദാനിയേലിൻ്റെ സ്വപ്നമാണത്. ദാനിയേൽ 8, ദാനിയേലിൻ്റെ തന്നെ മറ്റൊരു സ്വപ്നം, ഒരാട്ടുകൊറ്റനും ഒരു കോലാട്ടുകൊറ്റനും തമ്മിലുള്ള ഷണ്ഡ അഥവാ ഏറ്റുമുട്ടൽ. ദാനിയേൽ 9, ഏറെ പഠിക്കേണ്ട ഭാഗം, 70-ാം ആഴ്ചവട്ടം. ദാനിയേൽ 10, ബലവാനായ ഒരു ദൂതൻ. ദാനിയേൽ 11, ഉപായബുദ്ധിയുള്ള വിക്രമനായ ഒരു രാജാവിൻ്റെ ഉദയവും അവൻ്റെ പതനവും, അർത്ഥാൽ എതിർ ക്രിസ്തുവിൻ്റെ ആവിർഭാവം, അവൻ്റെ പരാജയം. ദാനിയേൽ 12, ദൈവ രാജ്യത്തിൻ്റെ സ്ഥാപനം, ദൈവമക്കളുടെ വിശ്രാമം. ഞാൻ ആവർത്തിക്കുന്നു ഒരിക്കൽ കൂടി. ദാനിയേൽ 1, ഇസ്രായേൽ മക്കൾ ബാബിലോണിൽ അഥവാ ബാബിലോന്യ പ്രവാസം. ദാനിയേൽ 2, നെബൂഖദ്നേസർ രാജാവ് കണ്ട അർത്ഥഗർഭമായ ഒരു സ്വപ്നം. ദാനിയേൽ 3, ദൂരാ സമഭൂമിയിലെ സ്വർണ്ണബിംബം. ദാനിയേൽ 4, ആകാശത്തോളമെത്തുന്ന വൃക്ഷത്തിൻ്റെ ദർശനം. ദാനിയേൽ 5, ബേൽശസ്സറുടെ വിരുന്നും ഈ മഹാരാജ്യത്തിൻ്റെ പതനവും. ദാനിയേൽ 6, മേദ്യനായ ദാര്യാവേശ് അധികാരത്തിലേറുന്നു, മീഡോ പേർഷ്യൻ എംപയറിൻ്റെ ഉദയം. ദാനിയേൽ 7, തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വരുന്ന ദാനിയേലിൻ്റെ ദർശനം. ദാനിയേൽ 8,
ദാനിയേലിൻ്റെ തന്നെ മറ്റൊരു ദർശനം, ഒരാട്ടുകൊറ്റനും കോലാട്ടുകൊറ്റനും തമ്മിലുള്ള യുദ്ധം. ദാനിയേൽ 10, ദാനിയേൽ 9, 70 ആഴ്ചവട്ടം. ദാനിയേൽ 10 ശക്തനായ ബലവാനായ ഒരു ദൂതൻ്റെ പ്രത്യക്ഷത. ദാനിയേൽ 11 വിക്രമനായ ഉപായബുദ്ധിയുള്ള ഒരു രാജാവിൻ്റെ ഉദയം അഥവാ എതിർക്രിസ്തുവിൻ്റെ ആവിർഭാവം. ദാനിയേൽ 12 ദൈവമക്കളുടെ ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനം, ദൈവമക്കളുടെ വിശ്രാമം. അതിൽ ചാപ്റ്റർ 1 നമ്മൾ കടക്കുമ്പോൾ മുമ്പ് സൂചിപ്പിച്ച ആ വാക്യത്തിൻ്റെ കൂടി വിശദാംശമാകും. നിങ്ങൾ അങ്ങോട്ട് കടക്കും. ഇവിടെ നമ്മൾ ഒരു നഗരത്തെ കണ്ടു, ബാബിലോൺ. ഈ നഗരത്തെ എത്ര മ്ലേച്ഛമായൊരു വിധത്തിൽ ബൈബിൾ പ്രതിപാദിച്ചിരിക്കുന്നു. അറപ്പും വെറുപ്പും വരുന്നൊരു ഭാഷയിൽ വിശദീകരിച്ചിരിക്കുന്നു മഹാനഗരത്തെക്കുറിച്ച്. എൻ്റെ കാര്യകാരണ സംഗതികളിലേക്ക് നമ്മൾ കടക്കുന്നു. ഈ ഘട്ടത്തിൽ നമുക്ക് ആദ്യം ഈ പദം ഒന്ന് പഠിച്ചു പോകാം. ബാബിലോൺ. ബാബിൽ എന്നതിന് പേരുണ്ട്, ബാബിലോൺ എന്ന ഇതിന് പേരുണ്ട്, ബാബിലോണിയ എന്നതിന് പേരുണ്ട്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ബാബേൽ, ബാബിലോൺ, ബാബിലോണിയ. ഈ 3 പേര് പഠിച്ചോ? ഈ 3 പേര് നിങ്ങൾ പഠിച്ചെങ്കിലേ നമുക്ക് 4ാമത്തെ പേര് പഠിക്കാൻ പറ്റൂ. 4ാമത്തെ പേര് പഠിച്ചെങ്കിൽ 5ഉം 6ഉം പേരൊക്കെ പഠിക്കാൻ പറ്റും. അതിനാണ് ഈ പറയുന്നത്. ശ്രദ്ധിച്ചാട്ട് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. ബാബേൽ, ബാബിലോണിയ, ബാബിലോൺ. ഇതിലൊരു പേര് നിങ്ങൾ ഓർക്കുന്നുണ്ട്, ബാബിലോൺ. അതിൻ്റെ കാരണം എന്താ? കാരണം ചരിത്രത്തോടുള്ള ആത്മാർത്ഥയല്ല. നമ്മളിൽ പലർക്കും ലോൺ ഉണ്ടല്ലോ, അത് അടയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ആ വിഷമത്തിൽ ഇരിക്കുമ്പോൾ ഈ പദം നമ്മൾ മറക്കാൻ ചാൻസ് ഇല്ല, ബാബിലോൺ. അപ്പോൾ ബാബേൽ, ബാബിലോൺ, ബാബിലോണിയ. നെക്സ്റ്റ്, പഴയ നിയമം ഈ സ്ഥലത്തിനിട്ടിരിക്കുന്ന പേര് ശിനാർ ദേശം, SHINNAR, ശിനാർ ദേശം. 3ാമത്തെ പേര്, 4 പേര് പറഞ്ഞു. 5ാമത്തെ ഒരു പേരുടെ പറഞ്ഞ് തൽക്കാലം നിർത്താം, അല്ലെ നമ്മൾ മുഷിഞ്ഞു പോകും. മെസോപ്പൊട്ടേമിയ. മെസപ്പൊട്ടേമിയ. ഇതിൽ അത്യാവശ്യം നമുക്ക് വേണ്ടത് 2 പേരുകളാണ്. അത് പഠിച്ചേ പറ്റും. അതിനർത്ഥം ബാക്കിയൊക്കെ മറന്നു നോക്കൊള്ളാനല്ല, ഈ 2 അത്യാവശ്യമാണ്. ഒന്ന് ശിനാർ ദേശം. ബിക്കോസ് ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ഈ സ്ഥലത്തിന് പറയുന്ന പേര് ശിനാർ ദേശം. ചരിത്രത്തിലും അപൂർവമായി ബൈബിളിലും ഈ സ്ഥലത്തെ വിളിക്കുന്നു മെസപ്പൊട്ടേമിയ. അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 2 സംഭവം പറയുന്ന ഇടത്ത് പമ്പുല്ലയിലും അറബി ദേശത്തും മെസപ്പൊട്ടേമിയയിലുമൊക്കെ പാർക്കുന്ന നമ്മുടെ ഭാഷയിൽ ഇവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ സംസാരിക്കുന്നത് എങ്ങനെ? അവിടെ കാണാം മെസപ്പൊട്ടേമിയ. പിന്നെയും അപ്പോസ്തലപ്രവൃത്തി 7:2 സ്തെഫാനോസിൻ്റെ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ പറയുകയാണ്, അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പ് മെസപ്പൊട്ടേമിയയിലായിരുന്നപ്പോൾ അവിടെയും കണ്ടു മെസപ്പൊട്ടേമിയ. ബൈബിളിൽ ചിലയിടത്തുണ്ട് മെസപ്പൊട്ടേമിയ. അപ്പം നമുക്കതൊന്ന് പഠിച്ചു പോയാലോ? തയ്യാറാണോ? അവിടെ പഠിച്ചാലേ നോക്കൂ. ഇത് പഠിക്കാത്ത ഒരാൾക്ക് ബൈബിൾ പഠിക്കാനാവില്ല. ഇത് പഠിക്കാത്ത ഒരാൾക്ക് ഖുർആൻ പഠിക്കാനാവില്ല. ഇത് പഠിക്കാത്ത ഒരാൾക്ക് ലോകചരിത്രം പഠിക്കാനാവില്ല. കാരണം ഈ ചരിത്രത്തോട് കെട്ടുപിണഞ്ഞാണ് ലോകചരിത്രം പോലും കിടക്കുന്നത്. അതുകൊണ്ട് സുപ്രധാനമായ വിഷയത്തിലേക്കാണ് നമ്മുടെ യാത്ര. അതുകൊണ്ട് മെസപ്പൊട്ടേമിയ എന്ന് പഠിക്കാം. മെസോ അർത്ഥം ഇടയ്ക്കുള്ള സ്ഥലം, മധ്യത്തിലുള്ള സ്ഥലം. പൊട്ടേമിയ അർത്ഥം 2 നദികൾ. അതിൻ്റെ ഏകവചന ശബ്ദമാണ് പൊട്ടാമോസ്. അർത്ഥം റിവർ ഓർ എ റിവർ. ഇറ്റ്സ് എ ഗ്രീക്ക് വേർഡ്. പൊട്ടാമോസ് ഏകവചനം, പൊട്ടേമിയ ദ്വിവചനമാണ്. അപ്പോൾ ഈ ദ്വിവചന ശബ്ദം ഗ്രീക്കിൽ അങ്ങനൊരു സംഭവമുണ്ട്. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അങ്ങനെയാണ്. സംസ്കൃതത്തിലും അങ്ങനെയാണ്. ബാലിക ബാലന്മാർ ദ്വിവചനമാണ്, ബഹുവചനമല്ല. മലയാളത്തിൽ ബഹുവചനമാണ്, സംസ്കൃതത്തിൽ ദ്വിവചനമാണ്. 2
വാക്കുകൾ അങ്ങനെ വരുന്നത്. സ്ത്രീ പുരുഷന്മാർ ദ്വിവചനമാണ് എന്നതുപോലെ പൊട്ടേമിയ അർത്ഥം 2 നദികൾ. ആ 2 നദികൾക്കിടയിലുള്ള സ്ഥലത്തെക്കുറിച്ച് ഒന്ന് പറയാം, ശ്രദ്ധിച്ചിരിക്കണം. ഇന്നത്തെ റഷ്യയുടെ അതിർപ്രദേശത്ത് തുർക്കിയിലെ വാൻ തടാകത്തിൽ നിന്ന് ഉത്ഭവിച്ച് 2300 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഒരു നദി പേർഷ്യൻ ഉൾക്കടലിൽ പതിക്കുന്നു. ഈ നദിയുടെ പേര് യൂഫ്രട്ടീസ്. യൂഫ്രട്ടീസ് നദിയുടെ ഉത്ഭവം വാൻ തടാകത്തിൽ നിന്നാണ്. 2300 കിലോമീറ്ററാണ് അതിൻ്റെ ദൂരം. അത് കടലിൽ പതിക്കുന്ന പതനസ്ഥാനത്തിൻ്റെ അഴിമുഖത്തിൻ്റെ 45 മൈൽ വെച്ച് മറ്റൊരു നദി അതോട് ചേരുന്നു. ആ നദിയുടെ പേര് ടൈഗ്രീസ് എന്നാണ്. വേണമെങ്കിൽ നമുക്ക് പറയാം ടൈഗ്രീസ് യൂഫ്രട്ടീസിൻ്റെ ഒരു പോഷക നദിയാണ്. തീർത്തും പറയാനാവില്ല, കാരണം 45 കിലോമീറ്ററേ ഒന്നിച്ചൊഴുകുന്നുമുള്ളൂ. അപ്പോൾ എന്തുമാകട്ടെ, ടൈഗ്രീസിൻ്റെ ഉത്ഭവം പെട്ടകമുറച്ചു എന്ന് പ്രതിപാദിക്കുന്ന അരാരത്ത് പർവ്വത നിരകളിൽ നിന്നാണ്. തുർക്കിയുടെ മറ്റൊരു ഭാഗമാണ്. അരാരത്ത് പർവ്വത നിരകളുടെ മുകളിൽ നിന്ന് ഉത്ഭവിച്ച് 1900 കിലോമീറ്റർ സഞ്ചരിച്ച് യൂഫ്രട്ടീസോട് 45 മൈൽ കിലോമീറ്റർ പിന്നിൽ വെച്ച് ചേരുന്ന 2ാം നദിയുടെ പേര് ടൈഗ്രീസ്. യൂഫ്രട്ടീസിനും ടൈഗ്രീസിനും ഇടയ്ക്കുള്ള വിശാല സമഭൂമിയുടെ പേരാണ് ശിനാർ ദേശം, മെസപ്പൊട്ടേമിയ, ബാബിലോണിയ. മനുഷ്യൻ ചക്രമുപയോഗിച്ചുള്ള ഗതാഗതം കണ്ടുപിടിച്ചത് ഇവിടെയായിരുന്നു. കുതിരവണ്ടികൾ, കാളവണ്ടികൾ, അങ്ങനെ മൃഗം കെട്ടിവലിക്കുന്ന വണ്ടികൾ, മനുഷ്യൻ വലിയ കല്ലുമൊക്കെ കെട്ടിക്കൊണ്ട് തള്ളിക്കൊണ്ടു പോകുന്ന പിടിവണ്ടികൾ പോലെയുള്ള അത്തരം വണ്ടികൾ. ചുരുക്കത്തിൽ ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം മനുഷ്യൻ്റെ വികാസ പരിണാമങ്ങളിലെ സുപ്രധാനമായൊരു വസ്തുതയാണല്ലോ. അങ്ങനെ ചക്രം ഉപയോഗിച്ചുള്ള ഗതാഗതം കണ്ടുപിടിച്ച സ്ഥലം. പശമണ്ണും കുമ്മായവും കൂട്ടിച്ചേർത്ത് ഇടിച്ചുകൂട്ടി ഇഷ്ടികയുണ്ടാക്കി വലിയ കെട്ടിടങ്ങൾ പണിയാൻ, കോട്ടകൾ പടുത്തുയർത്താൻ മനുഷ്യൻ പഠിച്ച സ്ഥലം. മനുഷ്യൻ എഴുത്തുവിദ്യകൾ സ്വായത്തമാക്കിയ സ്ഥലം. എഴുതാൻ മനുഷ്യൻ കളിമണ്ണ് അടരുകളെ ഉപയോഗിച്ചിട്ട് സ്ലേറ്റുകൾ കണക്ക് കളിമണ്ണ് അടരുകൾ ഉണ്ടാക്കി ആ അടരുകളിൽ എഴുതിയ ശേഷം തീച്ചൂളയിൽ ചുട്ടെടുത്ത് സൂക്ഷിക്കുന്ന പ്രാകൃതമായ എഴുത്തു ശൈലി കണ്ടുപിടിച്ച സ്ഥലം. ആ എഴുത്തു ശൈലിയുടെ പേര് ക്യൂണിഫോം ലിപികൾ എന്നായിരുന്നു. ആ ക്യൂണിഫോം ലിപികൾ സുമേറിയന്മാരെന്നറിയപ്പെടുന്നൊരു വിഭാഗം ആരംഭിച്ചതാണ്. ആ സുമേറിയന്മാരുടെ സ്ഥലം ഈ ബാബിലോണിയ ആയിരുന്നു. ബാബിലോണിയയിലെ ഒരു ഉപസംസ്കാരമായിരുന്നു സുമേറിയന്മാർ. ഞാൻ അങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് ഏറെ മുഷിയും, നമുക്ക് അത്യാവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ മനുഷ്യചരിത്രമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് ബാബിലോണിയ. ഇനി ഞാനിത് പറഞ്ഞ് നിങ്ങളിന്ന് വല്ലാതെ അകന്നുപോയി. ചിലർക്ക് എന്നോട് വലിയ ഒരു പരിഭവം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാനീ പറയുന്ന കാര്യമൊന്നും കേട്ടാൽ ഒരു രോഗശാന്തി ഉണ്ടാകുകയോ ഒരു ഭൂതം വിട്ടുപോകുകയോ ഒന്നും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെ പോകാനല്ലേ? അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നമല്ല, ഞാൻ പറഞ്ഞതിലെ ഒരു സംവേദനക്ഷമതയുടെ പ്രശ്നമുണ്ട്. അതായത് യൂഫ്രട്ടീസ് എന്നും യൂഫ്രട്ടീസ് എന്നും ടൈഗ്രീസ് എന്നൊക്കെ പറഞ്ഞത് ഞാൻ ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ മതിയാകുന്നു. ബൈബിൾ ഭാഷയിൽ ഇതിൻ്റെ പേര് ഫ്രാത്തെന്നും ടൈഗ്രീസ് എന്നും ഹിദ്ദേക്കൽ എന്നുമാണ്. അപ്പോൾ 2 നദികൾ നിങ്ങൾക്ക് പരിചയമാണ്. അതിൻ്റെ പിന്നിൽ 2 നദിയുണ്ട്, അത് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഏതൊക്കെയാ? പീശോൻ, ഗീഹോൻ, ഹിദ്ദേക്കൽ, ഫ്രാത്ത്. ഇതുവഴി ഒഴുകി പുരാതന ഏദൻ വഴി. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏദൻ നിലനിന്ന ആ സ്ഥലത്തെക്കുറിച്ച് കൂടിയാണ്. മെസപ്പൊട്ടേമിയ. ആ സ്ഥലത്തിന് ശിനാർ ദേശമെന്ന് ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ, ചരിത്രത്തിൽ മെസപ്പൊട്ടേമിയ. ചരിത്രകാരനായ ഹെറോഡോട്ടസാണ് ഈ പേരിടുന്നത്. അദ്ദേഹം നമ്മുടെ ഇന്ത്യക്ക് ഇൻഡസ് എന്ന് വിളിച്ചത്. ഇൻഡസ്, അങ്ങനെ ആ പേരിനാൾ ഹെറോഡോട്ടസ് അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള സ്ഥലം. ആ സ്ഥലത്താണ് പുരാതന ഏദൻ നിലനിന്നത്. എന്നിട്ട് അതിൻ്റെ ഇന്നത്തെ കാര്യം കൂടി ഒന്ന് പഠിച്ചു പോയി. ഇതിപ്പോൾ എവിടെ? കുവൈറ്റിലാണോ, നമ്മുടെ കോട്ടയത്താണോ, ചങ്ങനാശ്ശേരിയിലാണോ എന്ന് അറിയണ്ടേ? അതുകൊണ്ട് വാക്യങ്ങൾ കൂടി പരതി പോകാം. ഇപ്പോൾ വായിച്ചട്ടെ. ഉൽപ്പത്തി പുസ്തകം
9-ാം അധ്യായം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ ഒന്ന് വായിച്ചു പോകാം. ഉൽപ്പത്തി 10:9. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. വായിച്ചോളൂ. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനായിരുന്നു. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. കേട്ടാണോ? കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനായിരുന്നു. ഒരു മനുഷ്യന്റെ പേര് പഠിച്ച നിമ്രോദ്. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനായിരുന്നു. പിന്നെ അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ എന്ന് പഴഞ്ചൊല്ലായി. പിന്നെ അവന്റെ രാജ്യത്തിന്റെ ആരംഭം ഷിനാർ ദേശത്ത്. അവന്റെ രാജ്യത്തിന്റെ ആരംഭം. ഞാനിവിടെ ഒന്ന് എന്നെ പരിചയപ്പെട്ടപ്പോൾ പാസ്റ്റർ എന്നോട് ഭാര്യയുടെ പേരും ഞങ്ങളുടെ സ്ഥലമൊക്കെ ചോദിച്ചു, അല്ലാതെ രാജ്യത്തിൻ്റെ പേര് ചോദിച്ചില്ല. ഈ രാജ്യത്തിൻ്റെ പേര് കൂട്ടി നമ്മളൊന്നും പറയില്ല. എൻ്റെ കാരണം എന്താ? പരിചയപ്പെടുത്തുമ്പോൾ അത്രയും എൻ്റെ രാജ്യത്തിനെയും ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ പറയുമോ, എൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം അങ്ങ് പശ്ചിമഘട്ടം മുതൽ ഇങ്ങനെ വല്ലതും പറയുമോ? കിഴക്ക് സഹ്യപർവ്വതം വരെ വ്യാപിച്ചു കിടക്കുന്ന പുരാതനമായ ഇങ്ങനെ നമ്മൾ പറയില്ല. പിന്നെ എന്താ ആർക്കത് പറയാമെന്നറിയണ്ടേ? രാജ്യം ഭരിച്ച രാജാവാണെങ്കിൽ ഇത് കറക്റ്റാണ്, അതല്ല അദ്ദേഹത്തിൻ്റെ. ഇവിടെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം. അപ്പോൾ ഹി വാസ് എ കിങ്. അക്കോർഡിംഗ് ടു ബൈബിൾ ഹി വാസ് ദ ഫസ്റ്റ് കിങ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ ആദ്യത്തെ ഭരണാധികാരി ഇവനായിരുന്നു. ഭൂമിയിൽ മനുഷ്യകൽപ്പിതമായൊരു ഭരണകൂടമുണ്ടായതിൻ്റെ ആരംഭം നിമ്രോദിൽ നിന്നാണ്. കാരണം അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം വായിച്ചു. ഷിനാർ ദേശത്ത് ബാബേൽ. അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം ഷിനാർ ദേശത്ത് ബാബേൽ. പിന്നെ ഏരക്ക്. ഈ ഏരക്ക് എന്നതിൻ്റെ ആ പദം നിഷ്പാദിച്ചത് ഉറൂക്ക് എന്ന ഒരു അക്കാഡിയൻ പദത്തിൽ നിന്നാണ്. ഉറൂക്ക്. ഈ ഉറൂക്കിൻ്റെ പിൽക്കാലത്തെ ലിപ്യന്തരീകരണ വ്യത്യാസമാണ്, ട്രാൻസ്ലിറ്ററേഷണൽ ഡിഫറൻസിയേഷനാണ് ഇറാഖ്. മനസ്സിലായോ? ബൈബിളിൽ കിടക്കുന്നു ഏരക്ക്, അക്കാഡിയൻ ഭാഷയിൽ കിടക്കുന്നു ഉറൂക്ക്, ഇന്നത്തെ പേര് ഇറാഖ്. മനസ്സിലായോ? അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം. അപ്പോൾ നിൽക്കുന്ന സ്ഥലമൊക്കെ ഇതിൻ്റെ അടുത്താണ് കേട്ടിട്ട്. നമ്മൾ പഠിച്ചു. സ്ഥലത്തോട് അടുത്ത് വരികയാണ്. അക്കാദ്, ഏരക്ക്, കൽനെ, കാൽഡിയൻസിൻ്റെ സ്ഥലം, കൽദിക സംസ്കാരങ്ങളുടെ കേന്ദ്രം എന്നിവ ആയിരുന്നു. ഇവനൊരു രാജാവാണ്. ഇവൻ ചെയ്തൊരു ധീരകൃത്യം ഉൽപ്പത്തി 11:1 കാണുക. വായിച്ചു. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. ഭൂമിയിലൊക്കെ ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. പിന്നെ എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു. ഷിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ടു, അവിടെ കുടിയിരുന്നു. അവർ തമ്മിൽ വരുവിൻ, നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇഷ്ടിക അറുക്കാനും ചുടാനും ഒക്കെ മനുഷ്യൻ പഠിച്ചു വിടുക. പിന്നെ അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാം. ആഹ്വാനം കേൾക്കുക. വരുവിൻ, നമ്മൾ സ്കാറ്റേഡ് ആകരുത്, ഭൂതലത്തിലെങ്ങും നമ്മൾ ചിതറാതിരിക്കേണ്ടതിന്. പിന്നെ ഒരു പട്ടണവും നമുക്കൊരു സിറ്റി ഉണ്ടാക്കണം. നമ്മൾ ചിതറൊരു സിറ്റി ഉണ്ടാക്കണം. പിന്നെ ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയണം. ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം, ഒരു സിറ്റി ഇവ നമുക്ക് പണിയണം, ഒരു പട്ടണം. കേട്ടെ, നമുക്ക് ഒരു പേരുമുണ്ടാക്കുക. നമുക്കൊരു പേരുമുണ്ടാക്കുക. ശ്രദ്ധിക്കണം. ഈ ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യൻ സന്താനപുഷ്ടി ഉള്ളവനായി പെരുകി പ്രപഞ്ചം മുഴുവൻ നിറയണം. അതാ ദൈവ പദ്ധതി. നമുക്കൊക്കെ കൂടുതൽ മക്കൾ വേണം. ദൈവത്തിൻ്റെ പദ്ധതി അതാണ്. മനസ്സിലായോ? ദൈവത്തിൻ്റെ പദ്ധതി അത്. മക്കൾ ധാരാളം ഉണ്ടാകണം. അത് ദൈവഹിതവും ദൈവ പദ്ധതിയാണ്. സന്താനപുഷ്ടിയുള്ളവനായി വർദ്ധിക്കണം, പ്രപഞ്ചം മുഴുവൻ പെരുകണം. അപ്പോൾ നിമ്രോദ് പറഞ്ഞു, അതല്ല ശരി. എന്ത് ചെയ്യണം? നമ്മൾ അങ്ങനെ ലോകം മുഴുവൻ ചിതറരുത്,
ഇവിടം കൊണ്ടൊതുങ്ങണം, നമുക്കൊരു പേരുമുണ്ടാക്കണം, ഒരു പട്ടണം. ദൈവവഴിയിൽ ദൈവഹിതം അനുഷ്ഠിക്കാൻ ഉദ്യമിച്ച മനുഷ്യനെ സ്വന്തം ഇംഗിതത്തിനനുസരിച്ച് വളച്ചൊടിച്ച് സ്വന്തം തട്ടകത്തിൽ ഒതുക്കാൻ ശ്രമിച്ച ആ മാനുഷിക ഭരണാധികാരിയെ കണ്ട് ചരിത്രം പേരിട്ടു ദൈവത്തിൻ്റെ മനുഷ്യനെ വേട്ടയാടി പിടിച്ച് സ്വന്തം ആവനാഴിയിൽ ഒതുക്കിയ കരുത്തൻ ധീരൻ യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെപ്പോലെ നായാട്ടുവീരൻ. അവിടുന്ന് ആരംഭിക്കാം. എത്തിയോ ഒരൽപ്പമൊക്കെ? ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ ഇവനെ ഈ നിമ്രോദ് യഹോവയുടെ മുമ്പാകെ നായാട്ട് വീരനായിരുന്നു. ഇവനെക്കുറിച്ച് പിന്നെ കഥകളൊന്നും കാര്യമായിട്ടില്ല, ബൈബിളിലില്ല. പക്ഷേ ബാബിലോന്യ പുരാണങ്ങളിൽ ഉണ്ട്. ബാബിലോണിയൻ എപ്പിക്കുകൾ, അതിലേറ്റവും പ്രധാനം ബാബിലോൺ ഭരിച്ചിരുന്നൊരു രാജാവുണ്ടായിരുന്നു, ഗിൽഗമേഷ്. ഈ ഗിൽഗമേഷ് രചിച്ച ഗിൽഗമേഷ് പുരാണമുണ്ട്, ഗിൽഗമേഷ് എപ്പിക്. ആ എപ്പിക്കിലും പറയുന്നു ഈ നിമ്രോദാണ് ബാബിലോണിയയുടെ സ്ഥാപകൻ. ഫൗണ്ടർ ഓഫ് ബാബിലോണിയ വാസ് നിമ്രോദ്. ആ നിമ്രോദ് ഇവരുടെ മതത്തിൻ്റെ കൂടി സ്ഥാപകനാണ്. അവരുടെ വീക്ഷണമനുസരിച്ച് നിമ്രോദ് ജനത്തെ പഠിപ്പിച്ചു സൂര്യനാണ് ദൈവം. സൂര്യൻ അദ്ദേഹം ഒരു പേരിട്ടു ബാൽ. ഇതൊക്കെ നമുക്കും അറിയാം, ബാൽ. ബാബിലോന്യരുടെ ബാൽ ദേവന്റെ പേരാണ്, സൂര്യൻ ദേവന്റെ പേരാണ് ബാൽ. മറ്റൊന്നു കൂടി പഠിപ്പിച്ചു, ഞാൻ നിങ്ങളെ ഭരിക്കുന്ന ഭരണകർത്താവ് മാത്രമല്ല, എന്നെ ഈ സ്ഥാനത്തിരുത്തിയിരിക്കുന്നത് ബാൽ ആണ്. അതുകൊണ്ട് എന്നെ പൂജിക്കുന്നവൻ, ബഹുമാനിക്കുന്നവൻ ബാലിനെ പൂജിക്കുന്നു. എൻ്റെ മുമ്പിൽ കവിണ്ണു വീഴുന്നവൻ സൂര്യന് മുമ്പിൽ കവിണ്ണു വീഴുന്നു. അതുകൊണ്ട് സൂര്യനെ പൂജിക്കുന്ന പാടുന്ന പാട്ടുകളും കീർത്തനങ്ങളുമായി അവർ ഈ മനുഷ്യനെ ആരാധിച്ചപ്പോൾ ചരിത്രത്തിലെ ആദ്യത്തെ ആൾ ദൈവം ഉടലെടുക്കുകയായിരുന്നു നിമ്രോദ്. ആ നിമ്രോദിന് പല പേരുകൾ പിൽക്കാലത്ത് പല രാജ്യങ്ങൾ ഇട്ട് വിളിച്ചു. തമൂസ് എന്ന് വിളിക്കുന്നവരുണ്ട്, ബാൽ എന്ന് വിളിക്കുന്നവരുണ്ട്, പലതരം പേരുകൾ. നിമ്രോദിൻ്റെ ഭാര്യയും ഒരു ദേവതയായി മാറി അവരുടെ വീക്ഷണമനുസരിച്ച്. ആ ഭാര്യയുടെ പേര് സെമിറാമിസ് എന്നായിരുന്നു. സെമിറാമിസിനും പല പേരുകൾ ഓരോ രാജ്യങ്ങളിട്ട് വിളിച്ചു. അവളെ ഗ്രീക്കുകാർ വിളിച്ച പേര് മിനർവ എന്നായിരുന്നു. റോമക്കാർ വിളിച്ച പേര് അഫ്രോഡിറ്റസ് എന്നായിരുന്നു. അവളെ ഈ എഫസോസുകാർ വിളിച്ച പേര് അർത്തമീസ് എന്നായിരുന്നു, അർത്തമീസ് ദേവി. മഡോണ എന്നും റോമക്കാർ വിളിച്ചു. പല പേരുകളിൽ പല രൂപങ്ങളിൽ അവർ അറിയപ്പെട്ടു. അതൊക്കെ ആവർത്തിക്കാം. അങ്ങനെ നിമ്രോദ്, സെമിറാമീസ് ദമ്പതികൾ, അവരുടെ പേരൊക്കെ ഇനിയും പറയാം. ഇതിനിടയ്ക്ക് ഈ നിമ്രോദ് ദാരുണമായി കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ട നിമ്രോദിൻ്റെ ശരീരം ഇറച്ചി തുണ്ടുകളാക്കി മാറ്റി നാടിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് കൊടുത്തയച്ച് എതിരാളികൾ ജയഘോഷം മുഴക്കിയപ്പോൾ ഭരണം ഇവളുടെ കയ്യിൽ മാത്രമായി. ബാബിലോണിയ ചരിത്രമനുസരിച്ച് ഈ സ്ത്രീ പിൽക്കാലത്ത് അവളുടെ ദുർമാർഗവൃത്തിയിലൂടെ ഒരാൺകുട്ടിക്ക് ജന്മം കൊടുത്തു. അവൻ്റെ പേര് നിനസ് എന്നായിരുന്നു. നിനസിൻ്റെ ജന്മത്തോടെ കാര്യങ്ങൾ കലങ്ങി മറിഞ്ഞു. ദേവതാതുല്യം ജനം ബഹുമാനിച്ചിരുന്ന സെമീറാമിസ്, ഇഷ്ടാർ എന്നവൾക്ക് പേരുണ്ട്, മഡോണ എന്ന് പേരുണ്ട്, അർത്തമീസ് എന്ന് പേരുണ്ട്, അഫ്രോഡിറ്റസ് എന്ന് പേരുണ്ട്, മിനർവ എന്ന് പേരുണ്ട്. പല പേരുകളിൽ പല രാജ്യങ്ങളിൽ ആരാധിച്ചു വന്ന ഈ സ്ത്രീ ദുർമാർഗവൃത്തിയിലൂടെ ഒരു ജാരസന്തതിയെ ജനിപ്പിച്ചപ്പോൾ ജനങ്ങൾ ഇളകി. കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ബുദ്ധിമതിയായ സെമിറാമിസ് പറഞ്ഞു, പ്രജകളെ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ഗർഭം ധരിച്ചു പ്രസവിച്ച കുട്ടി ഒരു അശുദ്ധ സന്തതിയല്ല, മറിച്ച് സാക്ഷാൽ ബാൽദേവൻ എന്നിലൂടെ ജഡധാരണം ചെയ്തിരിക്കുന്നു. ബാൽദേവൻ്റെ ജഡാവതാരമാണ് ഈ കുട്ടി. ആളുകൾ പറഞ്ഞു, അതെങ്ങനെയാ ശരിയാകുക?
അവൾ പറഞ്ഞു, ജഡവാസമില്ലാത്ത ദേവന്മാർക്ക് പിടികിട്ടുവത്, ദേവതുല്യം ജീവിക്കുന്ന ബ്രഹ്മചാരികൾക്ക് പിടികിട്ടുവത്. അതുകൊണ്ട് നിമ്രോദ് തുടങ്ങി വച്ച മതത്തിൽ ബ്രഹ്മചാരികൾ എന്ന രൂപത്തിൽ അവൾ പുരോഹിതന്മാരെ നിയമിച്ചു. തൻ്റെ ദുഷ്കൃതിക്ക് അവർ ഇതൊരു തിരുരഹസ്യമാണ്, ആർക്കും മനസ്സിലാകാത്ത രഹസ്യം എന്ന് പുലമ്പിക്കൊണ്ട് ഈ കുട്ടിയെയും അവനിലെ ചൈതന്യത്തെയും പ്രകീർത്തിച്ചു പാടാൻ തുടങ്ങി. അങ്ങനെ നിമ്രോദിനെ, സെമിറാമിസിനെ, ഇപ്പോൾ ജനിച്ച ഈ കുട്ടിയെ കൂടി ആരാധിക്കാൻ ജനങ്ങൾ നിർബന്ധിതരായി. പിൽക്കാലത്ത് മെസപ്പൊട്ടേമിയായിൽ അതിൻ്റെ പരിസരങ്ങളിലുമൊക്കെ നടത്തിയ ഉത്ഖനന പഠനങ്ങളുണ്ട്, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ്. ഏതാണ്ട് 186, 132 യാഗപീഠങ്ങളും 56 ഗോപുരങ്ങളോട് കൂടിയ മന്ദിരങ്ങളുമൊക്കെ അവർ കണ്ടുപിടിച്ചു. ഈ ബാബിലോണ്യ കൾച്ചറിൻ്റെ, സംസ്കാരത്തിൻ്റെ. മാത്രമല്ല അവർക്കവിടെ നിന്ന് ചിലതരം കല്ലുകൾ കിട്ടി. ആ കല്ലുകൾ ശില്പങ്ങളായിരുന്നു. അതിൽ പുരുഷൻ്റെ ശില്പമുണ്ട്, സ്ത്രീയുടെ ശില്പമുണ്ട്, ഒരു കുട്ടിയുടെ ശില്പമുണ്ട്. ഇവർ മൂന്നും ഒരുമിക്കുന്ന ശില്പമുണ്ട്. ചുണ്ണാമ്പ് കല്ലിൽ തീർത്തത്, സ്വർണത്തിൽ തീർത്തത്, വെള്ളിയിൽ തീർത്തത്, പലതരം തകിടുകളാക്കി, ശില്പങ്ങളാക്കി അവർക്ക് കിട്ടിയ ധാരാളം തെളിവുകൾ. അതിൽ അപ്പനും അമ്മയും കുഞ്ഞുമിരിക്കുന്ന ഇത്തരം ചിത്രങ്ങൾ. അപ്പൻ നടുവിൽ കുഞ്ഞ്, അപ്പുറത്ത് അമ്മ. മൂന്നാളുമിരിക്കെ ഇവർക്ക് സൂര്യൻ്റെ അനുഗ്രഹത്താൽ, ബാലദേവൻ്റെ സഹായത്താൽ ഈ കുട്ടി പിറന്നു എന്ന് ബോധ്യപ്പെടുത്താൻ ഇവരുടെ മുഖത്തിനു ചുറ്റും ആ സൂര്യവലയത്തിൻ്റെ ഓറ അങ്ങനെ ക്രമപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സ്ത്രീ ആരെന്നും ഈ കാണുന്ന കുട്ടി ആരെന്നും ഒക്കെ ചെറിയ ഗ്രാഹ്യം നിങ്ങൾക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പം ഇത് കാണാൻ നിങ്ങൾ പണം മുടക്കി ഈ ആ പഴയ മ്യൂസിയങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നാട്ടിൽ അവധിക്ക് വരുമ്പോൾ വഴിയിലെല്ലാം ധാരാളമുണ്ട്, വണ്ടി നിർത്തി കണ്ടാൽ മതി. പക്ഷേ അപ്പനും അമ്മയും കുഞ്ഞും ഇങ്ങനെ ഇരിക്കുന്ന ചിത്രം കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, അത് ഔസേപ്പല്ല, അത് മറിയമല്ല, അത് ഉണ്ണി ഈശോയും അല്ല. മറിച്ചവൾ ബാബിലോന്യ മഡോണയാണ്, സെമിറാമിസാണ്. അയാൾ നിമ്രോദ് എന്ന ആൾ ദൈവമാണ്. ആ മടിയിൽ കിടക്കുന്നത് അവളുടെ ജാരസന്തതിയായ നിനസ്സാണ്. അറിയാതെ അവളെ വണങ്ങിയ കൈകൊണ്ടാണ് ഇന്ന് രാത്രി കരമടിച്ച് നമ്മൾ യേശുവിനെ സ്തുതിച്ചതെന്ന് ഓർക്കുമ്പോൾ എത്ര ആനന്ദമാണ്. അതുകൊണ്ട് ആ പ്രവാചകനോട് പറയുകയാണ്, നിങ്ങളിൽ എൻ്റെ ജനമായുള്ളവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളെ വിട്ടിറങ്ങണം. കൃപയാൽ അവളെ വിട്ടിറങ്ങാൻ ഭാഗ്യം ലഭിച്ച ചിലരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്ത്യാനി എന്ന് പറയുക, ക്രൈസ്തവമായ എല്ലാ ആനുകൂല്യങ്ങളും ഏതിടത്തൊന്നും കൈപ്പറ്റുക, അന്താരാഷ്ട്ര വേദികളിൽ ക്രിസ്ത്യാനിത്വത്തെ പ്രതികരിക്കുക, കാര്യത്തെടുക്കുമ്പോൾ ബൈബിള് വേണ്ട, ക്രിസ്തു വേണ്ട, പാരമ്പര്യങ്ങളുടെ കൽപ്പിത കഥകളുടെ പിന്നാലെ നടക്കുക. പക്ഷേ വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസത്തിൻ്റെ ആധാരരേഖകളെ പിന്നിലെറിഞ്ഞു കളഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ പവിത്രതയ്ക്ക് പരിഗണന കൊടുക്കാത്ത ഇത്തരം നാമധേയ ക്രൈസ്തവ മതമായി ഇന്നത് നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഏകസത്യദൈവമായ യേശുക്രിസ്തു എന്ന നാഥനെ തള്ളിക്കൊണ്ട് ജാരനായ നിമ്രോദിനെ വരിക്കാൻ അവൾ കാട്ടിയ വ്യഗ്രത കൊണ്ടാണ് വചനം പറയുന്നത്. കാന്തന വിട്ട് ജാരനെ വരിച്ചവൾ എന്ന അർത്ഥത്തിൽ മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. 50% മനസ്സിലായി. തീരുമ്പോഴേക്ക് ബാക്കി കൂടി പിടികിട്ടും. സന്തോഷമാണോ? എന്നാൽ നമ്മളിനി വിരസമായ ആ ചരിത്രം വഴി പോകുന്നില്ല, നമ്മളത് വിട്ടു. ഇനി നമുക്ക് വേറെ വഴിക്ക് വരാം. ഒരിക്കൽ ഒരു പയ്യൻ, വെറിയനായൊരു പയ്യൻ പരീക്ഷ എഴുതായിരുന്നു. അവനിങ്ങനെ എഴുതി വരുമ്പോൾ ഒന്നും എഴുതാൻ അറിയത്തില്ല. അത് കെമിസ്ട്രിയാണ് വിഷയം. അപ്പോൾ അടുത്തിരിക്കുന്ന ആളിനെ നോക്കി അത്യാവശ്യം എഴുതാനുള്ളൊരു കഴിവൊക്കെ അവനുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആളുള്ള ഈ മന്ത്രിയായിട്ട് മാറുന്നത്. നന്നായിട്ട് പഠിക്കുന്നവൻ അയാളുടെ സെക്രട്ടറിയൊക്കെ ആയിട്ട് മാറും. ഈ പൊട്ടനാണ് പലപ്പോഴും മന്ത്രിയായിട്ട് വരുന്നത്. അവൻ്റെ ആ കഴിവ് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അപ്പുറത്തെഴുതിയ ആളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതിനകത്ത് ഈ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാ ചോദ്യം.
എഴുതി വരുമ്പോൾ എനിക്ക് അതിൻ്റെ കൃത്യം വേർഷൻ അറിയില്ല, എങ്കിലും അറിയാവുന്ന രീതിയിലാണ് പറയുക. അവൻ എഴുതി, പരീക്ഷണ, ഒരു ബീക്കറിൽ അല്പം ജലമെടുക്കുക, സിങ്ക് തരികൾ ക്രമീകരിച്ച് വെക്കുക, ഒരു സിലിണ്ടർ ഉണ്ടായിരിക്കണം. ഇത്ര ഇതിന് ഒറിജിനലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അടുത്ത പേജായിപ്പോയി, അവൻ മറിച്ച് അപ്പുറത്ത് കയറിയപ്പോൾ ഇവനൊന്നും അറിയത്തില്ല. ഇവൻ ഇത്ര കിട്ടിയുള്ളൂ, സിലിണ്ടർ എടുക്കണം, സിങ്ക് തരികൾ വേണം. കുറേ നേരം ആലോചിച്ചിട്ടൊന്നും പിടികിട്ടുന്നില്ല. അവൻ ലാസ്റ്റ് എഴുതി, എന്തിനധികം പറയുന്നു, ഒടുവിൽ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടായി എന്ന്. മനസ്സിലായോ? എന്തിനാ നീ 3-4 പേജ് വലിച്ചു കിട്ടി എഴുതണേ അല്ലേ? ഇത്രയും സാധനങ്ങൾ എടുത്തു വെക്കുക, മറ്റോ മറിച്ചു പോയി. എന്തിനധികം പറയുന്നു, ഒടുവിൽ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടായി. നമുക്കങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല, ശ്രദ്ധിച്ചിരിക്കണം. ശാന്തമായിട്ട് കാര്യങ്ങൾ ഗ്രഹിച്ചു പോകും. അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് ഞാൻ ഒത്തിരി പറഞ്ഞു എന്നാണ് എൻ്റെ ധാരണ. എന്നാൽ നമുക്ക് ഇവിടുന്ന് പോകണം. അങ്ങനെ പോകാൻ എനിക്ക് മനസ്സ് വരാത്ത ഒട്ടേറെ ഘട്ടങ്ങളുണ്ട്. ഈ സ്ഥലത്ത് നമ്മുടെ ഒരു കാരണവർ ജീവിച്ചിരുന്നു. നമ്മുടെ എല്ലാവരും കാരണവർ. നിങ്ങൾക്ക് ആളിനെ അറിയാം, അബ്രഹാം. ഞാനല്ല ഇത് പറഞ്ഞത്, നമ്മുടെ കവലപ്രസംഗിയായ സ്റ്റെഫാനോസ് പറഞ്ഞാണ്. സ്റ്റെഫാനോസ് ഒത്തിരി പ്രസംഗമൊന്നും പറഞ്ഞില്ല. നമ്മൾ പറയാറുണ്ട്, കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ഞാൻ പ്രസംഗിക്കുന്നു, 25 കൊല്ലമായിട്ട് പ്രസംഗിക്കുന്നു. എന്തിനാ ഒത്തിരി പ്രസംഗിക്കുന്നു? ഒറ്റ പ്രസംഗമുള്ളതാണ് സ്റ്റെഫാനോസിൻ്റെ. അത് കൊള്ളേണ്ട പ്രസംഗമായിരുന്നു. അല്ലേ? ഞങ്ങൾക്ക് ഒരപ്പച്ചുണ്ടാണ്, അദ്ദേഹം പറഞ്ഞു, ഞാൻ 60 തുലാത്തിൽ രക്ഷിക്കപ്പെട്ടതാണ്. 60 തുലാം ഒരു കണക്കല്ലേ? അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടായിരുന്നു. എന്നാൽ സ്റ്റെഫാനോസ് പറയാണ്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ, നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പ് മെസൊപ്പൊട്ടേമിയയിലായിരുന്നപ്പോൾ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അപ്പോസ്തല പ്രവൃത്തി 7:2. വായിക്കണ്ട കേട്ടല്ലോ. എന്നോടൊരാളത് വായിച്ചിടിക്കുക, എന്തുകൊണ്ടോ നിങ്ങളുടെ ഈ ബൈബിളിൽ ഞാൻ എന്ത് പറ്റി? സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ. ഞാൻ അത് സാറിനെപ്പോലുള്ള ആളുകൾ അന്നും ഉണ്ടായിരുന്നു, അപ്പോൾ എടുത്ത് വിളിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതാണ് സംഭവിച്ചത്. മനസ്സിലായോ? സഹോദരന്മാരും പിതാക്കന്മാരുമായിട്ട് കാര്യമില്ല, പുരുഷന്മാരാകണം, അതാ കാര്യം. അപ്പോൾ ഈ ചോദിച്ച കക്ഷികൾ ടൈപ്പ് കക്ഷികൾ അന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സെവാനോസിന് തെറ്റിയല്ല, നമ്മൾ ഗ്രഹിച്ചതിലെ മിസ്റ്റേക്കാണ്. സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ, നമ്മുടെ പൂർവ്വപിതാവ് അബ്രഹാം ഹാരാനിൽ വന്ന് വർക്കും മുമ്പ്, എവിടെയാ? മെസൊപ്പൊട്ടേമിയ. മനസ്സിലായില്ല മറ്റവൻ്റെ നാട്. ഒരു കാര്യം മനസ്സിലാക്കിക്കൂ, ദൈവം നിയോഗിച്ചവന് ദൈവശബ്ദം കേൾക്കാനും ദൈവപ്രത്യക്ഷത കാണാനും ഈ മെസൊപ്പൊട്ടേമിയയുടെ ഇരുട്ടൊരു തടസ്സമായില്ല. ഏത് കാരാഗൃഹത്തിലും തൻ്റെ ശബ്ദമയക്കാൻ, ഏത് കരിങ്കൽ ഭിത്തികളെയും തുളച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ശബ്ദം കർണപുടങ്ങളെ ത്രസിപ്പിച്ചു, ഹൃദയത്തിന് ആവേശം പകർന്നു കൊടുത്തു. കുറ്റാക്കുറ്റിരുട്ടി വ്യാപരിക്കുന്ന, അന്ധത വ്യാപരിക്കുന്ന മെസൊപ്പൊട്ടേമിയയിൽ വെച്ച് തേജോമയനായ ദൈവത്തിൻ്റെ പ്രത്യക്ഷത. മനുഷ്യൻ വരച്ച ശില്പങ്ങളോ ചിത്രങ്ങളോ ദീപാലങ്കാരങ്ങളോ അല്ല, ദൈവത്തിൻ്റെ പ്രത്യക്ഷത, തേജോമയൻ്റെ പ്രത്യക്ഷത. ഈ വചനം കേൾക്കുന്ന സഹോദരീ സഹോദരന്മാരെ, ഈ തേജോമയൻ പ്രത്യക്ഷനാകാൻ തയ്യാറാണെങ്കിൽ പിന്നെന്തിനാ നീ എഴുതിരി കളഞ്ഞിട്ട് വാ? പിന്നെന്തിനാണ് ഈ കൃത്രിമ വിളിച്ച്? അവൻ പറയുക, ഞാനാ നിന്റെ വെളിച്ചം. ഹല്ലേലൂയ. യോവിൻ്റെ പുസ്തകത്തിൽ യോവ് പറയുക, നിന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. ഏതിരുട്ടിൽ നടക്കാൻ? നിന്റെ വെളിച്ചം എനിക്ക് പ്രചോദനമാണ്. നിന്റെ വെളിച്ചം എനിക്ക് എന്നേക്കും എന്നെ മുമ്പോട്ടയക്കുന്ന ഉത്തേജനമാണ്. അതുകൊണ്ട് ആ വെളിച്ചം അബ്രഹാം കണ്ടു. എവിടെ വെച്ച്? ഹാരാനിൽ വരും മുമ്പ് മെസൊപ്പൊട്ടേമിയയിലെ ഊർ പട്ടണത്തിലാണ് അബ്രഹാം ജനിച്ചത്. ഊർ. എന്നിട്ട് വന്ന വഴിക്ക് ഊരിനെ കുറിച്ചുകൂടെ ഒരു വാക്ക് പറയാം. ഏതായാലും ഒരു ക്ലാസ് അല്ലേ, വിരോധമുണ്ടോ? ഈ ഊർ പട്ടണം ഉത്ഖനനം ചെയ്തെടുത്ത തെളിവുകൾ, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് തരുന്ന പഠനം. 25 ഹെക്ടർ വിസ്തൃതി വരുന്ന സമചതുര പട്ടണം അവിടെ ആർക്കിയോളജിസ്റ്റുകൾ കണ്ടുപിടിച്ചു. ഭൂമിക്കടി കുഴിച്ചെടുത്തെടുത്ത് പഴയ പട്ടണം. അതിൽ മനോഹരമായ ഡ്രെയിനേജ് സംവിധാനങ്ങൾ, വെള്ളമൊഴുകി മലിനജലങ്ങൾ ഒഴുകിപ്പോയി
സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ, അതൊക്കെ ഉള്ള മനോഹര റോഡ്, കല്ലുവാകി ഉറപ്പിച്ച മനോഹര റോഡ്, ധാന്യമണികൾ സൂക്ഷിക്കാനുള്ള ധാന്യപ്പുരകൾ, ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള ഇടങ്ങൾ, അതിലെല്ലാം ഉപരി ഒരു പടുകുറ്റൻ ലൈബ്രറി അവർ കണ്ടുപിടിച്ചു ഊർപ്പട്ടണത്തിൽ. ലൈബ്രറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പുസ്തകം പോലൊന്നുമല്ല, ഓടുകളുണ്ടല്ലോ നമ്മൾ വീട് മേയുന്ന, ഇത്തരത്തിൽ അതേ വലിപ്പത്തിലുള്ള കനമൽപ്പം കൂടി കുറഞ്ഞ സ്ലേറ്റുകൾ രൂപത്തിലുള്ള ഓട്. ആ ഓടിൽ നഖത്തിൻ്റെയോ ആപ്പിൻ്റെയോ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വിയുടെയോ ആകൃതിയുള്ള അക്ഷരങ്ങൾ കൊണ്ട് എഴുതിയ ധാരാളം വസ്തുതകൾ. ആ എഴുത്തിൻ്റെ പേര് പറയും ക്യൂണിഫോം. എങ്ങനെയാണ് പറയുന്നത്? യൂണിഫോം എന്ന് പറയരുത്, ക്യൂണിഫോം. ഒരാവേശം കയറുമ്പോൾ പോലും യൂണിഫോം എന്ന് പറയരുത്. പിന്നെ അഥവാ പറഞ്ഞാലും ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പറയരുത്, ഞാനെങ്ങനെയൊക്കെ ജീവിച്ചു പോയിക്കോളാം. ക്യൂണിഫോം ലിപികളിൽ രേഖപ്പെടുത്തിയ ധാരാളം എഴുത്തുകൾ. അതിലെന്തൊക്കെ എഴുതിയിരിക്കുന്നത്? മന്ത്രവാദം, ജ്യോതിഷം, ജ്യോത്സ്യം, ആസ്ട്രോളജി, ആസ്ട്രോണമി, ഗണിതശാസ്ത്രം, സമുദ്രത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ, പ്രാകൃത മനുഷ്യൻ്റെ, പുരാതന ലോകത്തിലെ മനുഷ്യൻ്റെ അന്വേഷണമാണ്, നിമ്രൂദിനെ സ്തുതിക്കുന്ന പാട്ടുകൾ, നിനസിനെ ആരാധിക്കുന്ന പാട്ടുകൾ, കൂടാതെ ഘടികാരത്തെക്കുറിച്ചുള്ള, അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത പഠനങ്ങൾ, ജോമെട്രി, അരിത്തമാറ്റിക്സ്, തത്വചിന്ത, ശാസ്ത്രം, കല, ഇവയെല്ലാം ഇങ്ങനെ ആലേഖനം ചെയ്തു വച്ചിരിക്കുന്ന ഒരു പടുകുറ്റൻ ലൈബ്രറിയുടെ തെളിവുകൾ അവർക്ക് കിട്ടി. കൂടാതെ മനുഷ്യൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, വ്യത്യസ്ത തരത്തിലുള്ള ബിംബങ്ങൾ, അതിലെല്ലാം ഉപരി മനുഷ്യൻ അളവ് പാത്രങ്ങളായി ഉപയോഗിക്കുന്ന ധാരാളം കാര്യങ്ങൾ, അതുപോലെ രസീതുകൾ, ഇത്തരം സ്ലേറ്റുകളിലൊക്കെ ഉള്ള രസീതുകൾ, ആധാരങ്ങൾ, ഇതൊക്കെ കിട്ടി. ഞാൻ എന്തിനാ പറഞ്ഞിട്ടുണ്ട്? സിസ്റ്റമാറ്റിക്കായിരുന്നു ഈ നഗരം. അല്ല, സമ്പന്നര് വാർത്ത നഗരമാണ് അത്. അവിടെ 318 അഭ്യാസിയൊക്കെ സ്വന്തം ഉണ്ടായിരുന്നു. ഈ അച്ഛൻ എന്ന് പറയുമ്പോൾ ആൾ മോശമായിരുന്നു. പുള്ളി ജീവിതം നന്നായി ആസ്വദിച്ചൊരു മനുഷ്യനാണ്. നല്ലൊരു വീടും സൗകര്യമൊക്കെ ഉള്ള വലിയ ഒരു കോടീശ്വരൻ്റെ പുത്രനാണ്. പക്ഷെ കിട്ടാത്തത് തന്നെ ഉള്ളായിരുന്നു ശരിയായ ദൈവത്തിൻ്റെ ശബ്ദം. ഈ നാട്ടിലേറ്റവും കോടീശ്വരനാകാൻ ഈ ശബ്ദം കേൾക്കുന്ന, പക്ഷേ ദൈവശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ നീ ഒരു ശൂന്യനാണ്. പല ചിന്തയോടെ ഈ വചനം കേൾക്കാൻ ഇരിപ്പുണ്ട്, പക്ഷേ സകല മനുഷ്യരിലും അരിഷ്ടനാണ്. അങ്ങനെയുള്ള ആളുകൾ വചനത്തിന് പ്രാധാന്യം കൊടുക്കാത്തവർ. പക്ഷേ സന്തോഷമുള്ള കാര്യം, ഇതെല്ലാമുള്ള അബ്രഹാം ഒരു രാത്രി ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. ഹാരാനിൽ വന്ന് പാർക്കും മുമ്പ് മെസൊപ്പൊട്ടേമിയയിലായിരുന്നപ്പോൾ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. ദൈവശബ്ദം കേട്ടപ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു യാത്ര. ഭക്തൻ്റെ ജീവിതത്തിലെ ആനന്ദം താൻ ഉപേക്ഷിക്കുന്നതിനേക്കാൾ വിലപിടിപ്പുള്ളത് ഈ ശബ്ദമാണ്. ഈ ശബ്ദം കേട്ടാ ഞാനും നിങ്ങളും ഇന്ന് രാത്രി ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. ഉലകത്തിലേറ്റവും വിലപിടിപ്പുള്ളത് ഈ ശബ്ദമാണ്. അവിടെ രേഖപ്പെടുത്തി വെച്ച കൃതികളോ അവിടെ കിട്ടിയ ആധാരവുമല്ല, അത് കാലഹരണപ്പെട്ടു. പഠിതാക്കൾ മണ്ണുകുഴിച്ച് അവശിഷ്ടം തേടിപ്പടിക്കുമ്പോൾ എൻ്റെ വാഗ്ദത്തങ്ങളെ മണ്ണറികൾക്കുള്ളിലല്ല, എൻ്റെ ഹൃദയത്തിലെ പ്രത്യാശയായി ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരമായി അവൻ മറ്റൊരിടത്ത് രൂപവൽക്കരിച്ചിരിക്കുന്നു. അത് നോക്കി അബ്രഹാം ഒരു യാത്ര. ഹല്ലേലൂയ. ഈ യാത്ര മധ്യേ അബ്രഹാം വരും വഴിക്ക് പലയിടങ്ങളിലായി 10 രാജാക്കന്മാർ പതിയിരുന്നു. ആര് പറഞ്ഞു ഇതുവഴി ഈ ആളുകളെയും ആടുമാടുകളെയും നിങ്ങളൊന്നും ഇതിലെ പോകാൻ പറ്റില്ല, അത് പ്രയാസമാണ്, നിങ്ങൾ ഇതിലെ പോയിട്ട് പിന്നെ ഞങ്ങളുടെ ഏതെങ്കിലും സ്ഥലം, ദുർബല സ്ഥലം കണ്ട് അവിടെ പതിയിരിക്കും, അത് പിന്നെ വലിയ പ്രയാസമാണ്, ഇതിലെ പോകാൻ ഒക്കൂല. അബ്രഹാം പറഞ്ഞു, പ്രഭോ ഇതുവഴി ഇത് കടത്തിവിട്ടാൽ മതി, ഒന്നും വേണ്ട, നിങ്ങളുടെ ഒന്നും വേണ്ട, ഒന്ന് കടത്തിവിട്. വിടൂല. വിടാതെ 10 രാജാക്കന്മാർ അബ്രഹാമിൻ്റെ വഴി തടയുമ്പോൾ സംഭവിച്ചത് മറ്റൊന്നാണ്. രാജാവല്ലാത്ത അബ്രഹാം ഈ 10 രാജാക്കന്മാരെയും നിശേഷം തോൽപ്പിച്ച് ജയാളിയായി വാഗ്ദത്ത ദേശത്തെത്തി. എന്താ മനസ്സിലായി? വാഗ്ദത്തം ഉള്ളിൽ കിടക്കുന്നവൻ്റെ വഴി തടയാൻ 10 അല്ല 10,000 കാവൽ നിന്നാലും നാം എത്തേണ്ട ഇടത്തെത്തുക തന്നെ ചെയ്യും. ആർക്കും വഴിയടയ്ക്കാൻ കഴിയാത്ത വിധം വാഗ്ദത്തം അതിശക്തം. ഏത് കൽക്കോട്ടകളെയും ഭേദിച്ചുകൊണ്ട് എൻ്റെ വാഗ്ദത്തം എന്നെ മുന്നോട്ടയക്കും.
നിരാശപ്പെടുത്തുന്ന വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തമല്ലേ നമ്മെ പ്രചോദിപ്പിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നത്. വേദനിക്കുന്ന ഘട്ടത്തിലൊക്കെ വഴിനിറയുന്ന ഇത്തരം രാജാക്കന്മാരെ പോലെ നിരുത്സാഹപ്പെടുത്തുന്ന ശക്തികൾ മുമ്പിൽ വരുമ്പോഴൊക്കെ വാഗ്ദത്തം പാട്ടുകാരൻ പാടും പോലെ നമുക്ക് നിക്ഷേപമായി നമ്മുടെ കൂടെയുള്ളത് കൊണ്ട് സ്തോത്രം. വാക്ക് പറഞ്ഞാൽ മാറാത്തൊരു നല്ല ദൈവം, ആ ദൈവത്തെ സേവിക്കാൻ കഴിയാത്ത ഒരാളെങ്കിലും ദൂരത്തോ ആരത്തോ ഇരുന്ന് ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ അറിയുക, ഇവിടെ നല്ലൊരു ദൈവം, നിന്നെ സ്നേഹിക്കുന്ന സർവ്വസനാതനായ ഒരു മഹാദൈവം. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ അബ്രഹാം വാഗ്ദത്ത ദേശത്ത് വന്നു. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് പോന്നു. ഇനി നമുക്കൊരു വാക്യം കൂടി ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 1:17. മത്തായി 1:17. ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14. ആകൾക്ക് ഇങ്ങനെ തലമുറകൾ അബ്രഹാം മുതൽ ദാവീദ് വരെ 14. ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14. ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14. അവിടെ നിൽക്കുക. എന്താ ഇപ്പൊ വായിച്ചേ? അബ്രഹാം യാത്ര തുടങ്ങി. 14 തലമുറ കഴിഞ്ഞപ്പോൾ ഇസാക്ക് മുതൽ ഇങ്ങോട്ട് അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, യഹൂദ അങ്ങനെ വന്ന് 14-ാം തലമുറയിൽ ഒരു കുഞ്ഞ്. മറ്റാരെല്ലാം നമ്മുടെ ദാവീദ്. ദാവീദിനെ കുറിച്ച് പറയും നമ്മുടെ ഹൃദയത്തിന് വലിയ ഒരാനന്ദമാണ്. അദ്ദേഹത്തിന് ചെറിയ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉള്ള ആളാണ്. ഞാൻ കഴിഞ്ഞ ഒരു മെസ്സേജ് പറഞ്ഞപ്പോൾ ആരാണ്ട് ചോദിച്ചു, ഈ കാര്യം എന്നെ പറയാതിരുന്നതെന്ന്. കമൻ്റ് ഇട്ടിരിക്കുക. ഏതാ അയാൾ കണ്ട് അനാവശ്യമൊക്കെ കാണിച്ച കാര്യം. ചിലർ താല്പര്യം കണ്ടില്ലേ? ഞാൻ പറഞ്ഞ ബ്രദർ തന്നെ അതങ്ങ് വായിച്ച് മനസ്സിലാക്കിയാൽ മതി, ഞാനായിട്ടത് പറയാനായിട്ട്. പക്ഷേ എനിക്ക് ദാവീദിൽ നന്മയാണ് കാണാൻ പറ്റിയ മൊത്തം. അത് വിട്ട് ദൈവം അയാളോട്ട് തീർക്കട്ടെ, ഇല്ലേ? ദൈവം തീർത്തല്ലോ അവൻ്റെ പ്രശ്നം. അതൊക്കെ ദൈവം ന്യായവിധി നടത്തി. ചിലരൊക്കെ ദാവീദിനെ പരിഹസിക്കാറുണ്ട്. അത് പരിഹസിക്കേണ്ട അറിയില്ല, ദൈവം ന്യായവിധി നടത്തി. അവിടെ ദൈവം ശിക്ഷിച്ചു ദാവീദിനെ. ദാവീദ് ശിക്ഷ ഏറ്റുവാങ്ങി. അത് വിട്, ബാക്കി ചിന്തിക്കുക. അദ്ദേഹത്തിൻ്റെ വലിയൊരു ഗുണം തലക്കണമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. വലിയൊരു താഴ്മ. അധികാരത്തിൽ ഇരിക്കുമ്പോഴേ പറയാണ്, ഈ അധികാരക്കസേര വല്ലാത്തൊരു സുഖമാണ്. എൻ്റെ കാരണം ഈ ശൗലാകുന്ന പറഞ്ഞ് എനിക്കിത് പറ്റിയല്ല എന്നെല്ലാം പറയുമ്പോൾ ജനം പിടിച്ചവനെ ആക്കിയതാ. പിടിച്ചാക്കി അവൻ ഇരുന്ന് കഴിഞ്ഞിട്ട് പറയാം, ഇനി ഞാൻ ഇറങ്ങുകയായിരുന്നു. പിടികിട്ടിയോ? പിന്നെ അവനെ നിറക്കാൻ പെട്ട പാട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഒരു കക്ഷി 1.5 കൊല്ലം കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പിന് ഇപ്പോഴേ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞ്. 1.5 കൊല്ലം കഴിഞ്ഞേ തിരഞ്ഞെടുപ്പുള്ളൂ. രാഷ്ട്രീയക്കാർക്ക് പോലും അത്രയും താല്പര്യം. അപ്പോഴേതാണ്ട് ഞാൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. വചനം പറയാം, മൂടാ നീ കരുതി വെച്ചതൊക്കെ ആർക്കാകുമെന്ന്, നാളെ ഉണ്ടോ എന്ന് ആർക്കറിയാം? മനസ്സിലാവുന്ന പറഞ്ഞേ? ഇതൊക്കെ നമുക്ക് പറ്റിയൊരു പാളിച്ച. ഈ കസേര തരുന്ന ഒരു സുഖമുണ്ട്. എല്ലാം ഇറങ്ങുകയല്ല അവിടെ നിന്ന്. എന്ത് ചെയ്താ തള്ളി മാറ്റിയ മാറൂല. ലൂസിഫറും ഒക്കെ ആഗ്രഹിച്ച ഇത്തരം കസേരയാണ്. ഒരു ചെറിയ മോഹമെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മുടെ അതിൽ നിന്ന് ജയം എടുത്തു പോകണം. അതിലും വലുതാ ദൈവം നമുക്ക് കരുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഭൂമിയിൽ കിട്ടുന്ന ചെറിയൊരു അധികാരത്തിനപ്പുറത്ത് ദൈവം കരുതിയ കരുതൽ വളരെ വലുതാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. സ്തോത്രം. അപ്പോൾ ശൗല് മാറൂല. അതുപോലെ പിന്നെയും കാണാം ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ കയറി ഇരുന്നിട്ട് പിന്നെ മാറാൻ പറ്റാത്തവരുടെ കാര്യം. ഇത് ദാവീദിന് തന്നെ ഒരിക്കലും മനസ്സിലായതാണ്. അങ്ങനെ യുദ്ധം ജയിച്ചു വന്നപ്പോൾ യുദ്ധത്തിന് തയ്യാറെടുത്ത് വരിക. സത്യത്തിൽ യുദ്ധത്തിന് തയ്യാറെടുത്ത് വന്നല്ല, ജ്യേഷ്ഠന്മാരെ കാണാനൊക്കെ വന്നപ്പോൾ ജ്യേഷ്ഠന്മാരിവിടെ നിന്ന് ഈ ഗോലിയാത്തിനെ പേടിച്ചിങ്ങനെ നിൽക്കുക. പേടിച്ച് നിൽക്കുക. അകത്ത് ഭയങ്കര സംഭാഷണം. പക്ഷേ ഗോലിയാത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വിഷയം വിടും. ചില കണ്ടില്ലേ, നാട്ടിലെല്ലാം പോയി തല്ലും വാങ്ങിയിട്ട് വീട്ടിൽ വന്ന് പറയും, എൻ്റെ പഴയ സ്വഭാവത്തിനായിരുന്നുണ്ടല്ലോ, ഞാൻ പിന്നെ ഇഞ്ഞ് പോന്നു. നന്നായി, അതൊരു പരിജ്ഞാനം അഞ്ഞു പോകുന്നത്. അപ്പോൾ ഏതായാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദാവീദ് പറയുക, ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളെ നിന്ദിക്കുന്ന ഈ അഗ്രചർമ്മ്യാര്. കുറേ നേരം സംസാരിച്ചപ്പോഴേക്ക് ഇൻ്റലിജൻസ് വാർത്ത കൊടുത്തിട്ട് പറയുന്നത്, രാജാവേ അവിടെ ചെറുക്കം നിന്ന് പറയുന്നുണ്ട്, അവൻ്റെ എന്താ പറയുക, ഊർജ്ജസ്വലത കണ്ടാലേ മനസ്സിലാകും അവൻ എന്തോ ഒരു കഴിവുണ്ട്, ഞങ്ങൾക്ക് തോന്നുന്നു അവനെ ഒന്ന് കാണ്. കുറഞ്ഞ പക്ഷെ അവൻ്റെ ശബ്ദം കേട്ടാൽ മതി നമുക്ക് യുദ്ധം ചെയ്യാൻ തോന്നും.
ചിലരുടെ കൂടെ കൂടിയാൽ നമ്മുടെ ആ ചൈതന്യം അങ്ങ് പോകും ഇല്ലേ? യേശുവിനെ കുറിച്ചാണെങ്കിലും ചൊല്ലി പറഞ്ഞു കേട്ടാൽ നമ്മുടെ ചൈതന്യം പോകും. കാരണം അവർ പരിചയപ്പെടുന്ന യേശു ഇത്ര കൊള്ളരുതാത്തവനാണോ നമ്മൾ ഓർത്തു പോകും. ചൊല്ലി പറഞ്ഞു കേട്ടില്ലേ? പ്രാർത്ഥിക്കുക, അല്ലാതെ എന്തുവാ ചെയ്യുന്നത്? അവൻ പ്രാർത്ഥിക്കുക പോലും ചെയ്യരുത്. പ്രാർത്ഥിക്കുക അല്ല എന്താ ചെയ്യുന്നതെന്ന്. ഒന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോൾ ചെയ്യേണ്ട പണിയല്ലത്. തിരിച്ചാ പറയേണ്ടത്, പ്രാർത്ഥിക്കുക, നമ്മുടെ ദൈവം പ്രവർത്തിക്കാൻ പോവാണ്, വിശ്വാസം കരിക്കണം. ശൗൽ ഉടനെ ആളയച്ച് ദാവീദിനെ വരുത്തിയിട്ട് ആദ്യം അവൻ്റെ ഉടുപ്പെടുത്തം കൊടുത്തു. ഈ ചെറിയ മനുഷ്യന്, ഈ പയ്യൻ അറിയത്തില്ലേ, ഈ ശൗലിനെപ്പോലുള്ള വലിയവൻ്റെ ഉടുപ്പെടുത്തിട്ട് ചേരൂല്ലെന്നറിയില്ലേ? അറിയാം. എങ്കിലും ആ ഉടുപ്പ് കിട്ടിയപ്പോൾ ഒന്ന് ഇട്ടേക്കാൻ തോന്നി. ചിലർക്ക് അങ്ങനെ വല്ലവൻ്റെ ഉടുപ്പ് കണ്ടാൽ ഒന്നിടാൻ തോന്നും 10 മിനിറ്റേലുവേ. രാജാവിൻ്റെ ഉടുപ്പല്ലേ ഒന്ന് ഇട്ടേക്കാം, പക്ഷേ കുഞ്ഞെ ഇടരുത്. കാരണം അത് തോറ്റു തുന്നം പാടിയൻ്റെ ഉടുപ്പാണ്. തോറ്റു തുന്നം പാടിയവനെ അനുകരിക്കരുത്. ജയാളിയെ തന്നെ അനുകരിച്ചു കൊള്ളണം, ജയിച്ചവനെ തന്നെ അനുകരിച്ചു കൊള്ളണം. ജയിച്ചവൻ നമ്മുടെ കൂടെയുണ്ട്. ദാവീദ് അന്ന് ഉപേക്ഷിച്ച ഉടുപ്പ് തന്നെയല്ല. അതുകൊണ്ട് ഏത് ഉയരത്തിൽ ചെല്ലുമ്പോഴും ദൈവത്തെ നോക്കി അവൻ വിളിക്കും, എൻ്റെ രാജാവും എൻ്റെ ദൈവവുമേ. ഞാനൊന്നും അല്ല രാജാവ്, നീ ആയി രാജാവ്. ഹല്ലേലൂയ. ജയിക്കാനുള്ള ഒറ്റ വഴി നീയാണ് രാജാവ്, നീയാണ് സകലതും. ഹല്ലേലൂയ. ആ വലിയ മനസ്സ് നമ്മൾ ദാവീദിൽ കാണാണ്. മുമ്പോട്ട് പോവാം. അപ്പോൾ അത് അബ്രഹാമിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇങ്ങനൊരു മകനെ കിട്ടുമെന്നൊന്നും ഓർമ്മയിലില്ല. പക്ഷെ ദൈവം കൊടുത്തു ഇങ്ങനൊരു മകനെ. മാത്രമോ, ദൈവം പറഞ്ഞ വാഗ്ദത്തം മുഴുവൻ നിറയേറി രാജാക്കന്മാരും എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ലോകത്തിലെ അധികായന്മാരൊക്കെ ഈ അബ്രഹാമിൻ്റെ കൊച്ചുമക്കൾ. അതാ വാഗ്ദത്തത്തിൻ്റെ ശക്തി. മനസ്സിലായോ? അതെടുത്ത് പറയാൻ ഒത്തിരി ഉണ്ട്. ലോകത്തെ മുഴുവൻ കൈപ്പിടിയിലാക്കിയ മഹാരഥന്മാരല്ല അബ്രഹാമിൻ്റെ കൊച്ചുമക്കളാണ്. അതിലൊരു മകൻ്റെ പേരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ, ഒരു കൊച്ചുമകൻ്റെ പേര് ഐസക് ന്യൂട്ടൺ, വേറൊരുത്തൻ്റെ പേരാ കാൾ മാർക്സ്, ഇനിയൊരുത്തൻ്റെ പേരാ സിഗ്മണ്ട് ഫ്രോയിഡ്, ഇനിയൊരുത്തൻ്റെ പേരാ ബീഥോവൻ. അങ്ങനെ സംഗീതമാകട്ടെ, സാഹിത്യമാകട്ടെ, തത്വചിന്തയാകട്ടെ, ലോകത്തിൻ്റെ ഒന്നാം നിരയിൽ നിന്നല്ല ആരാ? അബ്രഹാമിൻ്റെ മക്കളാണ്. ഇനി ലോകത്തിൻ്റെ നിറുകയിലല്ല, ഉലകത്തിൻ്റെ മഹാപ്രപഞ്ചത്തിൻ്റെ നിറുകയിൽ എന്നേക്കും വിരാജിക്കുന്ന ഒരുവനും അബ്രഹാമിൻ്റെ കൊച്ചുവനാ. അദ്ദേഹത്തെ നിങ്ങളറിയും, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. നിന്നിൽ നിന്ന് രാജാക്കന്മാരും എനിക്ക് ഉത്ഭവിച്ചു വരും. അതാ വാഗ്ദത്തം വിശ്വസിക്കുന്നവൻ്റെ ഗുണം. അപ്പോൾ ചരിത്രം കുഴപ്പമില്ല. അബ്രഹാമിൽ നിന്ന് ആരംഭിച്ച് ദാവീദിലെത്തി 14 തലമുറ. നെക്സ്റ്റ് വായിച്ചോളൂ. ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14. ദാവീദ് മുതൽ എന്ന് പറഞ്ഞാൽ എന്താ? എവിടുന്ന് അബ്രഹാം തുടങ്ങിയ? അബ്രഹാം തുടങ്ങിയ എവിടുന്ന? ബാബിലോണിൽ നിന്ന് ആരംഭിച്ച് ഇസ്രയേലിലെത്തി ദാവീദിൽ നിന്നൊരു 14 തലമുറ നടന്നപ്പോൾ തിരിച്ച് അപ്പുറത്തെത്തി. എന്താ മനസ്സിലായി? അപ്പൻ 28 കൊല്ലങ്ങൾക്കപ്പുറത്ത് തുടങ്ങിയ ചവിട്ട് മക്കൾ തിരിച്ചു വിട്ടാൻ തുടങ്ങി. അങ്ങോട്ട് പിടികിട്ടിയ വാക്യത്തിലെ അപകടം. പലരും വാക്യം വായിക്കാറുണ്ടല്ലോ, എൻ്റെ അപകടം ഇന്നാ മനസ്സിലായത്. 28 തലമുറ കൊണ്ട് അപ്പനെടുത്ത ജയം കൊച്ചുമക്കൾ തിരുത്തി കുറിക്കുന്ന കണ്ടോ? അവർ തോറ്റു തുന്നം പാടി തിരിച്ചൊരു പോക്ക്. ഇന്നും ജയമെടുത്തവൻ്റെ പിന്നാലെ ബാബിലോന്യ ശക്തികൾ ഒരു നിഴല് പോലെ വരുന്നുണ്ട്. പിടികിട്ടിയോ? അതാ രക്ഷിക്കപ്പെട്ടവൻ വീണ്ടും പഴയ ലോകത്തിലേക്ക് പോകുന്ന കാഴ്ച കാണുമ്പോഴേ മനസ്സിലാക്കിക്കൊള്ളണം എന്താ സ്ഥിതി. ബാബിലോന്യം. ചിലർ പറയല്ലേ, അയ്യോ നമ്മുടെ കുഞ്ഞച്ഛൻ്റെ കൊച്ചൻ്റെ 28 കെട്ടാ എനിക്ക് പോകണം. വിശ്വാസി പറയാ പിന്നെ അങ്ങോട്ട് പോകണം. ഇങ്ങനെ കുഞ്ഞച്ഛൻ്റെ മോൻ്റെ 28 കെട്ട് എന്ന് പറയുമ്പോഴേ തിരിച്ച് നമ്മൾ പറയണം മത്തായി 28 അതിൻ്റെ 19. ഇപ്പോൾ വായിക്കണ്ട. എന്താ നമ്മൾ സ്നാനപ്പെട്ടെന്ന് അതിൻ്റെ അർത്ഥം. നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിമജ്ജന സ്നാനം കഴിഞ്ഞവർക്ക് ഈ പണിക്ക് പോകാൻ വ്യവസ്ഥയില്ല. പിന്നെ അപ്പോൾ പറയും അപ്പച്ചൻ പിണങ്ങുമെന്ന്. അപ്പോൾ അവർ പറയണം സ്വർഗത്തിലൊരു അപ്പച്ചനുണ്ട്, അപ്പച്ചൻ പിണങ്ങി ആകെ പോക്ക. മറ്റേ അപ്പച്ചൻ പിണങ്ങിയാലൊക്കെ നമുക്ക്
എന്തെങ്കിലും വഴിയുണ്ട്. വഴിയെന്ന് പറഞ്ഞാൽ അങ്ങനെ എത്ര പേര് നമ്മോട് പിണങ്ങി യേശുവിനെ സ്വീകരിച്ചതിൻ്റെ പേരിൽ. എന്നിട്ട് വല്ലതും നമുക്ക് പറ്റിയോ? പറ്റൂല. കാരണം ആരെയാ നമ്മൾ സേവിച്ചത്? ആ ബോധ്യം നമുക്ക് തന്ന ആ ആനന്ദകരമായ ആ മുന്നേറ്റമുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ വിശ്വാസത്തിൻ്റെ തീവ്രതയ്ക്കും അതിൻ്റെ വിശുദ്ധിക്കും വേണ്ടി നിലനിൽക്കാൻ കർത്താവ് നമുക്ക് പ്രാപ്തി നൽകട്ടെ. പക്ഷേ ഇവർ തിരിച്ചുപോയി. തിരിച്ചെവിടെത്തി? ബാബിലോണിൽ. ഇനി നമ്മൾ നോട്ട് എഴുതിയതിൻ്റെ ആദ്യ ഭാഗം നോക്കിക്കേ. ഇസ്രായേൽ മക്കൾ ബാബിലോന്യ പ്രവാസത്തിൽ, ചാപ്റ്റർ 1. പിടികിട്ടിയോ? അപ്പോൾ നമ്മൾ എന്താ ഇത്ര നേരം ചെയ്തതെന്നറിയോ? 1-ാം അധ്യായം പഠിക്കുകയായിരുന്നു. വളഞ്ഞ വഴിക്കാണ് പഠിച്ചത്. പിടികിട്ടിയോ? തുടങ്ങിയെടുത്ത് തിരിച്ചു തന്നാൽ മനസ്സിലായോ? ആരംഭിച്ചെടുത്ത് അവർ തിരിച്ചു തന്നു. നേരം പോയെന്ന് തോന്നല്ലേ? എത്ര മിനിറ്റുണ്ട്? എൻ്റെയും 10 മിനിറ്റുണ്ടോ? എത്ര മിനിറ്റുണ്ട്? നിങ്ങൾക്ക് ആർക്കും അറിയില്ലേ? എനിക്കറിയത്തില്ലെന്നുള്ളൊരു ന്യായീകരണം ഉണ്ട്. എൻ്റെ മൊബൈലും എല്ലാം തിരിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്കറിയില്ല, പിന്നെന്ത് ചെയ്യും? മതി. 10 മിനിറ്റ് നമുക്ക് ഗ്രേസ് പീരീഡ് അനുവദിച്ചിരിക്കുന്നു. കൃപായുഗമാണ്. ഇങ്ങോട്ട് ശ്രദ്ധിച്ച്. അപ്പോൾ നമുക്ക് അങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമുക്ക് ഇന്ന് പഠിക്കാൻ സാധിച്ച ഒരേ ഒരു ടോപ്പിക്ക് ബാബിലോൺ എന്നതിൻ്റെ പഴയ ചരിത്രമാണ്. എൻ്റെ രത്ന ചുരുക്കം: ഈ സ്ഥലം പഴയ ബാബിലോൺ, മെസപ്പൊട്ടേമിയ, ശിനാർ ദേശം എന്നൊക്കെ പറയുന്ന ഈ ഭൂപ്രദേശം ഇന്ന് ഇറാഖ് എന്ന പേരിനാൽ അറിയപ്പെടുന്നു. അപ്പോൾ ആ വാക്യം ഇനി എത്ര എളുപ്പമാകും? ഇറാഖ് പട്ടണമാണോ ഭാവിയിൽ നശിക്കപ്പെടുന്നത് എന്നത് സംബന്ധിച്ചുള്ള പ്രവചനങ്ങളുടെ വിശദാംശം നമുക്ക് നാളെ മുതൽ കാര്യമായിട്ട് പഠിക്കാം. പക്ഷെ ഒരു കാര്യം പറയാം, ഇന്നീ പറഞ്ഞ കാര്യങ്ങൾ ഇനിയുള്ള പഠനത്തിൻ്റെ മുഴുവൻ ആധാരമാണ്, ബേസാണ്. ഇത് പഠിച്ചേ മുമ്പോട്ട് പോകാവൂ. നാളെ വരുമ്പോൾ ഇത് റെക്കോർഡ് ചെയ്തിട്ടുള്ളവർ അങ്ങനെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ചെന്ന് ഈ പറഞ്ഞ കാര്യങ്ങളുടെ ചരിത്രം ഒന്ന് ഹൃദിസ്ഥമാക്കി വന്നാൽ നാളെ വളരെ എളുപ്പമാകും കാര്യങ്ങൾ ഗ്രഹിക്കാൻ. ഇപ്പം നമ്മൾ പ്രോഫസി എന്തെന്നാണ് പറഞ്ഞു വരുന്നത്, അതിൻ്റെ ഫുൾഫിൽമെൻറ്റിലേക്കൊക്കെ കിടക്കുമ്പോൾ വളരെ രസകരമാണ്. ചുരുക്കത്തിൽ ഈ സ്ഥലം താണ് ആദം ഹവ്വാമാർ ജീവിച്ചിരുന്നത്. ചിലർക്കെങ്കിലും പുതിയ ഒരറിവാണ്. ആദം ഹവ്വാമാർ ജീവിച്ചിരുന്ന ആ ഭൂപ്രദേശമൊക്കെ നിലനിന്നത്, ഏദനും ഒക്കെ നിലനിന്നിരുന്നത് പഴയ ഇറാഖിലാണ്. ആ സ്ഥലത്താണ് കയീൻ ഹാബേലിനെ കൊല്ലുന്നത്. തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം ദൈവം സ്ഥാപിച്ച മനോഹരമായ ഏദനുമൊക്കെ നിലനിന്നിരുന്ന ആ ഭൂപ്രദേശം ഒരു കാലഘട്ടത്തിൽ യഹോവയുടെ തോട്ടം, ഗ്യാൻ എലോഹീം എന്ന് ഹീബ്രുവിൽ, ഗ്യാൻ എലോഹീം യഹോവയുടെ തോട്ടം നിലനിന്ന സ്ഥലം പിൽക്കാലത്ത് എങ്ങനെ ഏറ്റവും മ്ലേച്ഛമായ ഒരു നിലയിൽ ദുർഭൂതങ്ങളുടെ പാർപ്പിടം, അശുദ്ധാത്മാക്കളുടെ തടവറ ഈ നിലയിലേക്ക് കൂപ്പുകുത്തി എന്നും ദൈവം എന്തുകൊണ്ട് ഈ നഗരത്തെ എടുത്തെറിയുമെന്നുമൊക്കെ ഉള്ള പാഠങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കണം. ഒപ്പം തന്നെ 13 ദിവസങ്ങൾ, ഇനി 12 ദിവസങ്ങൾ കൂടി ഈ പഠനം നമ്മൾ തുടരുമ്പോൾ ദൈവമക്കൾ ഇത് സംബന്ധിച്ച് വലിയ ഒരു ഗ്രാഹ്യം ഉണ്ടാകും എന്ന് തന്നെ ഞാൻ കരുതുന്നു. അതിന് വിശദീകരിക്കാൻ വേണ്ട സമയം ധാരാളമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഏകാഗ്രതയോടെ പ്രാർത്ഥനയോടെ നിങ്ങൾ അതിനുവേണ്ടി സന്നദ്ധരാകണം. എന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയത് ബാബിലോണിൻ്റെ ഉത്ഭവം, അതിൻ്റെ പതനത്തിലേക്ക് വന്നില്ല. ബാബിലോൺ കരുത്താർജിക്കുന്നു. ആ വിഗ്രഹാരാധനയുടെ മടിത്തട്ടായ ഊർ പട്ടണത്തിൽ നിന്ന് അബ്രഹാം യാത്ര തിരിക്കുന്നു. അദ്ദേഹം വാഗ്ദത്ത ഭൂമിയാകുന്ന ഇസ്രയേൽ കരസ്ഥമാക്കുന്നു. ആ ഭൂപ്രദേശത്ത് ആ ഏകസത്യ ദൈവത്തെ സ്തുതിക്കുന്ന ഒരാലയം ദാവീദ് രാജാവിൻ്റെ മകനായ സോളമൻ്റെ കാലത്ത് ഉടലെടുക്കുന്നു. ബാബിലോൺ മ്ലേച്ഛതയുടെയും ബഹുദൈവ ചിന്തകളുടെയും കേന്ദ്രമാകുമ്പോൾ യെരുശലേം ഏകസത്യ ദൈവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇടമായിരുന്നു. അവിടെ യഹോവയുടെ പുരോഹിതന്മാർ യഹോവയ്ക്ക് വിശുദ്ധം എന്ന തിരുപ്പട്ടം ധരിച്ചുകൊണ്ട് ദൈവത്തെ പ്രകീർത്തിക്കുന്ന ഇടത്ത് നിന്ന് ഈ സ്ഥലം മുച്ചൂട് നശിപ്പിച്ച് നെബൂഖദ്നേസർ രാജാവ് ക്രിസ്തുവിന് 606 വർഷങ്ങൾക്കപ്പുറത്ത് ഇവരെ കൊണ്ട് ബാബിലോണിൽ അടിമകളാക്കി ഇടുന്നു. അതോടുകൂടി ചരിത്രം തലതിരിഞ്ഞ് ഗതിതിരിഞ്ഞ് മറ്റൊരു രൂപത്തിലേക്കാകുന്നു. ഇതാ 14 തലമുറ കൊണ്ട് പിതാക്കന്മാർ നേടിയെടുത്ത പലതും 28-ാം തലമുറയിലെ കൊച്ചുമക്കൾ നശിപ്പിച്ച് തോറ്റു തുന്നം പാടി ചെല്ലുന്ന കഥ. 10 രാജാക്കന്മാരെ അബ്രഹാം നിശേഷം തോൽപ്പിച്ച മണ്ണിലൂടെ ചങ്ങല കെട്ടി ചാട്ടവാറിന് അടി വാങ്ങിക്കൊണ്ട് പീഡിതരായ ഇസ്രായേൽ മക്കൾ തിരിച്ചു പോകുന്ന കണ്ണീരിൻ്റെയും വിലാപത്തിൻ്റെയും പ്രവാസ ജീവിതത്തിൻ്റെ കാഠിന്യം നിറഞ്ഞ ജീവിത പശ്ചാത്തലത്തിൽ രാജസന്തതികളിൽ കുലീനന്മാരായ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേലിനെ പോലെയുള്ള ആളുകളെ രാജാവ് തൻ്റെ കൊട്ടാരത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ജോലിക്കെടുക്കുകയും ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ ബാബിലോണിലെ കഠിന ജോലിക്ക് വേണ്ടി കൊട്ടാര വളപ്പിന് പുറത്ത് അടിമകളാക്കി പാർപ്പിക്കുകയും ചെയ്യുന്ന കിരാതമായ
ജീവിത സംസ്കാരത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സംഭവങ്ങളാണ് പിൽക്കാലത്തുള്ളത്. അവ നമുക്ക് അടുത്ത ഘട്ടത്തിൽ പഠിക്കാം. ശാന്തരായി ദൈവവചനം കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം. ഈ വചനങ്ങൾ കൊണ്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും.